ഈ കലാകാരന് പ്രത്യേകിച്ചൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇദ്ദേഹം അഭിനയിക്കാത്ത ഒരു കാലഘട്ടം സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലില്ല. കാരണം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇദ്ദേഹം സിനിമകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചിരി അല്ലെങ്കിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ടോപ്പ് 5-ൽ മലയാളത്തിൽ ഈ ഒരു ആർട്ടിസ്റ്റിന്റെ പേര് എന്താണെങ്കിലും ഉണ്ട്. ജീവിതകാലം മുഴുവൻ നമ്മൾ താടി വെച്ച് മാത്രം, വളരെ അപൂർവം താടിയില്ലാതെ കണ്ടിട്ടുണ്ടാവും, താടി വെച്ച് മാത്രം കണ്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ബഹുമതിയും ഇദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം. എനിക്ക് മനസ്സിലായി, ഓൾറെഡി മനസ്സിലായെന്ന്. അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വെൽക്കം ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗെറ്റ് സെറ്റ് ചാറ്റ് പവർഡ് ബൈ കമലാരി, പ്രസന്റഡ് ബൈ ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ. സോ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഹരിശ്രീ അശോകൻ. അശോകേട്ടാ, വെൽക്കം ടു ഗെറ്റ് സെറ്റ് ചാറ്റ്. ഞാൻ അശോകേട്ടാ അങ്ങനെ ആവാലോ? അത് സാറിന് വിളിക്കാം. അങ്ങനെ വേണ്ട, സാറിന് വിളിക്കാം, പക്ഷെ ഒത്തിരി ഫോർമലായി പോകും. വേണ്ട, കുഴപ്പമില്ലല്ലോ. അപ്പൊ അശോകേട്ടാ, ഞാൻ ആദ്യമേ തന്നെ ഈ ഉടുപ്പുണ്ടല്ലോ, ഈ ഉടുപ്പ് ഞാൻ അശോകേട്ടന്റെ അലവി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ടിട്ടാണ്. സത്യമായിട്ടും ആണോ? ആ, അലവി ഒരു പാകിസ്ഥാനി സ്റ്റൈൽ ഉടുപ്പുകളല്ലേ ഇട്ടിരുന്നത്, ഒരു ജുബ്ബ പോലത്തെ. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ഇത് അശോകേട്ടന്റെ എപ്പിസോഡിന് കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതെടുത്തോണ്ട് വന്നത്. യെസ്, എനിക്ക് തോന്നുന്നു അശോകേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന ആ, സത്യം പറഞ്ഞാല് അങ്ങനെ കുറെ ഉടുപ്പുകളുണ്ട് എന്റെ പടത്തില്. ഉടുപ്പുകളുണ്ട്, കാരണം പാർവതി പരിണത്തിലെ ഒരു വിഷക്കാരന്റെ ഉടുപ്പാണ്, മീശമാധവല്ലൊരു കൃഷ്ണന്റെ ഉടുപ്പ്. അതൊക്കെ എന്റെ ഫേവറേറ്റ് അല്ലാതിരുന്നു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അയ്യോ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം കേട്ടോ. കാരണം ഞാൻ ഇത് നമുക്കറിയാവുന്ന ഹരിശ്രീ അശോകൻ അത് തന്നെയാണോ എന്നൊരു ഡൗട്ടായി പോയി. അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓവർ അലവി എന്ന് പറയുന്ന ക്യാരക്ടർ. എനിവേസ്, വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ആദ്യമേ നെഗറ്റീവ് ചോദിക്കുന്നു എന്ന് അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. ഒരു ആരാധിക ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ സിനിമകൾ ഒത്തിരി കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ചോദിക്കുക. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒത്തിരി കുറേ ചിത്രങ്ങളിലാണല്ലോ അശോകേട്ടനെ കണ്ടത്. അത് വേറൊന്നുമല്ല, സിനിമകൾ കുറവായതുകൊണ്ടാ. ഓക്കെ, കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടായ സമയത്ത് കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ലേ? പിന്നെ ഒരു വർഷം എത്ര ചിത്രങ്ങളോ എണ്ണാൻ പോലും പറ്റത്തില്ല. മറുപടി കുറവായ ചിത്രം, അതുകൊണ്ടാ കാണാത്ത. ഞാൻ വിചാരിച്ചു അശോകേട്ടൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ബിസി ആവോ അല്ലെങ്കിൽ. ഇല്ല, അതൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന ഒരു ട്രെൻഡിൽ നിന്ന് മാറിയിട്ടാണല്ലോ സിനിമകൾ പോകുന്നത്. അപ്പൊ നമ്മളുടെ അഭിനയം കണ്ട് കൊറേ മടുത്തിട്ടുണ്ടാവും ആൾക്കാര്. അപ്പോ ചിലപ്പോ ചില വേഷങ്ങള് ഞാൻ ചെയ്യണേക്കാൾ നന്നായിട്ട് ഞാൻ പണ്ട് ചെയ്ത വേഷങ്ങൾ തന്നെ വേറെ ആൾക്കാർ ചെയ്യാത്ത കുറെ കൂടി നന്നാകുന്നോണ്ടായിരിക്കും ചിലപ്പോ അവർക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് മാറിയിക്കേണ്ടി വരും. ലാസ്റ്റ് ഞാൻ കണ്ടത് ഇതിലാണെന്ന് തോന്നുന്നു, ഭാസ്കർ ദ റാസ്കൽ, സിദ്ദിഖിന്റെ റാണി കബീർ. ഞാൻ ആദ്യം കാണുന്നത് അശോകേട്ടൻ ഇങ്ങനെ ആടി നിൽക്കുന്ന. പക്ഷെ ഇപ്പോഴും ഈ സൂപ്പർ സ്റ്റാർസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരുടെ സൈഡിൽ നിൽക്കാനായിട്ട് എപ്പോഴും അശോകേട്ടൻ തന്നെയാ. അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും. പിന്നെ സൂപ്പർ സ്റ്റാറിന്റെ പടത്തിലെങ്കിലും ഉണ്ടാവും. ഞാൻ എല്ലാ സൂപ്പർ സ്റ്റാർ പടത്തിലും ഉറപ്പായിട്ടുണ്ടാവും. അത് ഞാൻ നോട്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ കോമഡി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് കോമഡി ചെയ്തു പോകുന്ന ഒത്തിരി കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ ആർട്ടിസ്റ്റുകളുടെ എല്ലാം വലിയ ആർട്ടിസ്റ്റുകളുടെ എല്ലാം സൈഡില് എപ്പോഴും ഉള്ളത് അശോകേട്ടനാണ് അല്ലേ? എല്ലാ വലിയ ആർട്ടിസ്റ്റുകളുടെയും കൂടെ മമ്മൂക്ക, പിന്നെ ഏറ്റവും വലിയ കോമ്പിനേഷൻ ദിലീപേട്ടൻ കൂടുതൽ. നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? തീർച്ചയായിട്ടും. നിങ്ങൾ ഇപ്പം അശോകേട്ടൻ അതെയോ? അശോകേട്ടൻ ഇൻഡസ്ട്രിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്താ ചോദിക്കാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് കാശ് മാത്രം ചോദിക്കരുതെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. കാരണം കാശ് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ കാശ് ചോദിക്കുകയാണെങ്കിൽ ദിലീപേട്ടനോടായിരിക്കും ചോദിക്കുന്നത്. ഞാൻ ആരോടും കാശ് ചോദിച്ചിട്ടില്ല, ചോദിക്കുകയില്ല. ഇങ്ങാനും ഒരു അത്യാവശ്യത്തിന് ഇപ്പൊ തൊട്ടപ്പുറത്ത് പോകാനായിട്ട് ഒരു 10 രൂപയുടെ ആവശ്യം വന്നുപോയി, ഒരു ആർട്ടിസ്റ്റോടും ചോദിക്കില്ല. ശരി, ഓക്കെ. ദിലീപേട്ടനുമായിട്ടുള്ള കോമ്പിനേഷനെ പറ്റിട്ട് പറയും.
അവരുടെ നിങ്ങളുടെ ഒരു റിലേഷൻ? ഞങ്ങള് ഞാൻ മിമിക്രി ചെയ്യുന്ന കാലഘട്ടം തുടങ്ങിയിട്ട് ദിലീപ് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഒരു അനിയനെ പോലെയാണ്. കാരണം എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവന്. എന്നോട് ഭയങ്കര ആരാധനയാണ്. അപ്പൊ കലാഭവനിൽ ഉണ്ടായിട്ട് പോലും അവൻ ഹരിശ്രീയിലേക്ക് വരാൻ കാരണം എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അല്ലെ ഹരിശ്രീയിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടല്ല. ഞങ്ങളുടെ അന്നുള്ള ആ പ്രോഗ്രാമിന്റെ ഒരു പക്വത, ഒരു കൃത്യനിഷ്ഠ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അത് സിദ്ദിഖിലാല് ആ ബാച്ചിൽ നിന്നൊക്കെ ഉണ്ടായതാണല്ലോ ഞാനും. അതുകൊണ്ട് ട്രൂപ്പിൽ ഭയങ്കര ഡിസിപ്ലിൻ ഉണ്ടാവണം. പിന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടി അത് വളരെ നീറ്റായിട്ട് ചെയ്യണം. അതെല്ലാം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ദിലീപ് ഹരിശ്രീയിലേക്ക് വരാൻ കാരണം. ചേട്ടനെക്കാട്ടിലും ഒത്തിരി ജൂനിയർ ആണോ? അതെ അതെ ദിലീപ് ഏട്ടൻ. അതെ അതെ അതെ. ഞാൻ കലാഭവനിൽ തുടങ്ങി, കലാഭവനിൽ നിന്നാണ് ഞാൻ ഹരിശ്രീയിലേക്ക് പോകുന്നത്. അപ്പൊ എന്താ ഈ കലാഭവൻ അശോക് എന്ന് പേരിട്ടില്ല? കലാഭവനിൽ വെച്ചിട്ട് ഞാനല്ല സിനിമാ നടനാവുന്നത്. അതിന് വലിയൊരു കഥയുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 എപ്പിസോഡൊന്നും തീരുമൊന്നുമില്ല. അങ്ങനെ ഹരിശ്രീയിൽ വന്നപ്പോഴാണ്, ഹരിശ്രീ നിർമ്മിച്ചൊരു പടത്തിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. അപ്പൊ അവരോടൊരു കൂറ് കാണിക്കണ്ടേ, അതുകൊണ്ട് ഹരിശ്രീ അശോകൻ ഇട്ട്. ഈ ഹരിശ്രീ ഞാൻ ഇടില്ലായിരുന്നു. അന്ന് സിനിമയിൽ വേറെ അശോകനുണ്ട്. ഇപ്പോഴുള്ള അശോകൻ തന്നെ. അതന്നെ. തിരിച്ചറിയാൻ വേണ്ടിട്ട് ഒരു ഹരിശ്രീ ഇട്ടതുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല ഈ കാതികന്മാര് പേരിടുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, അപ്പം അങ്ങനെ ഒരു അശോകൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് അശോകൻ എന്ന് വിളിച്ചേനെ. ജസ്റ്റ് അശോകൻ വിളിക്കണ്ട, അശോകൻ മാത്രം. അയ്യോ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇപ്പൊ ഈ ഓൺ ദ സ്പോട്ട് ഞാൻ പറയുന്നതിന് കൗണ്ടർ ആയിട്ട് പറയുന്ന പോലെ സിനിമകളിലും ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട് ആ സമയത്ത് ഓൺ ദ സ്പോട്ട്? എല്ലാവരും ചെയ്യും. അതിനങ്ങനെ നല്ല സംഭവങ്ങൾ കിട്ടണ്ടേ? അങ്ങനെയുള്ള സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും. ചേട്ടൻ കൈന്നിട്ട് ഭയങ്കരമായിട്ട് കയ്യടി നേടിയ നമ്മുടെ സിനിമയിൽ ഏതെങ്കിലും അങ്ങനത്തെ ഡയലോഗ് ഓർമ്മയുണ്ടോ പറയാനായിട്ട്? ഇപ്പൊ ഒരുപാടുണ്ട്, അങ്ങനെ എടുത്ത് പറയാൻ ഒരുപാട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡബിങ് തന്നെ നമ്മള് അഭിനയിക്കാത്ത പല സംഭവങ്ങളും ഈ ഡബ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പഞ്ചാബി ഹൗസിൽ തന്നെ അതില് മൊന്തോണ്ട് എറിയാൻ നേരത്ത് ജനാർദ്ദൻ ചോദിക്കുന്നുണ്ട്, ക്യാ ഹുവാ എന്ന് ചോദിക്കുന്നുണ്ട്. ആ തേരാവാതാന്ന് അപ്പൊ റാഫി പറഞ്ഞു അത് ഡബ് ചെയ്ത് ഇട്ടോ എന്ന് പറഞ്ഞു. അതൊന്നും ലിപ്പിലില്ല, അവിടെ ആയിങ്ങനെ കാണിച്ചിട്ടുള്ളൂ പേടിച്ചിട്ട്. അത് നമ്മള് തേരാവാതാന്ന് ഡബ് ചെയ്തോളൂ. അങ്ങനെ ഒരുപാട് സംഭവങ്ങള് പല പടത്തിലും ഡബ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അയ്യോ, പഞ്ചാബി ഹൗസ് ഒക്കെ നമുക്കിങ്ങനെ ഓർത്തിരുന്ന് ചിരിക്കാം. അയ്യോ, അശോകേട്ടന്റെ വീടിന്റെ പേര് പഞ്ചാബി ഹൗസ് എന്നാണോ? അതെന്റെ വീടിന്റെ പേര് പഞ്ചാബി ഹൗസാണ്. കാരണം ഞാൻ എവിടെ ചെന്നാലും എന്നെ ഇഷ്ടപ്പെടുന്നവര് നിങ്ങളൊരു പടം ഉണ്ടല്ലോ പഞ്ചാബി ഹൗസ് എന്ന് ആദ്യം പറയുന്നുണ്ട്. പിന്നെ എനിക്കും വളരെ ഇഷ്ടമാണ് ആ പടം. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ഞാൻ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് ചെല്ലുമ്പോൾ പോലും മലയാളികൾ പറയുന്ന ഒരു പടം പഞ്ചാബി ഹൗസ് ആയിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ വീട് തന്നെ പണിയുമ്പോൾ എൻ്റെ മോനും മോളും ഞാനും കൂടി വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ മോനും മോളും ശരിക്കും കഷ്ടപ്പെട്ടൊരു ഉണ്ടാക്കിയൊരു വീടാണ്. അവര് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. മോള് ഒക്കെ കൂടി കുറെ ചെയ്തിട്ടുണ്ട്. മോളും മോനും ഒക്കെ ആയിട്ട് ഡിസിഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്ന് ഞാൻ പറഞ്ഞ പഞ്ചാബി ഹൗസിന് വേണ്ടിയിട്ട് അച്ഛേ വെരി ഗുഡ്, അത് തന്നെ മതി. ഞങ്ങൾ ആ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. വീട് താമസത്തിന്റെ തലേദിവസം രാത്രിയാണ് അങ്ങനെ ഒരു പേര് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടത് വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഒരു സിനിമയുടെ പേര് വീടിന് ഇട്ടിട്ടുണ്ട്. വേറെ ഉണ്ട്, വേറെ കിട്ടിട്ടുണ്ട്. അങ്ങനെ സിനിമ ഫീൽഡിലുള്ളവർ പൂരം എന്നുള്ള പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ MS തൃപ്പൂണിത്തറയുടെ വീട് തോന്നുന്നു. പിന്നെ എൻ്റെ വീടിന്റെ പാല് കാച്ചലിന് വിളക്ക് നടയെ കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ വിളക്ക് നിലവിളക്ക് വെച്ചിട്ട് അത് കത്തിക്കുന്നത് പഞ്ചാബി ഹൗസിന്റെ പ്രൊഡ്യൂസർമാരായ അപ്പച്ചൻ, പിന്നെ അതിന്റെ മറ്റേ പോൾ AKP പോളേട്ടൻ, പിന്നെ അപ്പച്ചന് വരാൻ പറ്റില്ല, പുള്ളിയുടെ അപ്പച്ചന് വരാൻ പറ്റില്ല, പിന്നെ സാഗപ്പച്ചനാണ് ഈ പറഞ്ഞ ഞാൻ, പിന്നെ പോളേട്ടൻ, പിന്നെ പഞ്ചാബ് ഹൗസിന്റെ റൈറ്റേഴ്സും ഡയറക്ടർമാർ റാഫി മെക്കാട്ടിൻ, ഇവരൊക്കെയാണ് തിരികളെത്തിയത്. അതിന്റെ പിന്നെ ഡിസൈനർ, അങ്ങനെ കോൺട്രാക്ടറിന്റെ കൂട്ടാണ് ബിൽഡ് ചെയ്തത്. അപ്പൊ ശരിക്കും പഞ്ചാബി ഹൗസ് തന്നെയാണ്. അപ്പൊ അവിടുത്തെ നമ്മുടെ മേജർ സാഹിബ് അശോകേട്ടനായിരിക്കും ഇപ്പൊ. ഇപ്പൊ മേജർ സാഹിബ് ഞാനാണ്. അശോകേട്ടാ, ഈ ഒരു മിമിക്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക് മാത്രം പറയാൻ പറ്റുന്ന കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. ഈ സ്റ്റേജ് ഷോയുടെ എക്സ്പീരിയൻസസ്, അതുപോലെ മിമിക്രി വോയിസസ് ആണോ എടുത്തിരുന്നത്? ഞാൻ കോമഡിയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. അന്ന് ഈ കോമഡി എന്ന് പറയുന്നപ്പോ ഈ മരുന്ന് കച്ചവടക്കാരൻ, പാമ്പ് കളിക്കാരൻ, അതൊരു മിമിക്രി തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനത് സിദ്ദിഖാണ് അതിന്റെ ശരിക്കുള്ള അതിന്റെ അതിന്റെ ഉടമസ്ഥൻ സിദ്ദിഖാണ്. സിദ്ദിഖാണ് ഐറ്റം ഉണ്ടാക്കുന്നത്.
അതിനുശേഷമാണ് ഞാനത് സിദ്ദിഖ് മാറിയതിന് ശേഷം കലാഭവനിൽ ഞാൻ പരേഡ് കയറുമ്പോഴാണ് ഞാൻ ഐറ്റം കളിക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഞാനാണ് പിന്നെ അത് പറഞ്ഞത്. അത് പിന്നെ ഹരിശ്രീയിൽ വന്നപ്പോഴും പിന്നെ ഷോയ്ക്ക് പോകുമ്പോഴൊക്കെ വിദേശത്തൊക്കെ പോകുമ്പോഴും അത് കളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. മരുന്ന് കച്ചവടം, പാമ്പൊലിക്കാരൻ, പിന്നെ കൈനോട്ടക്കാരനൊക്കെ ഞാൻ എഴുതിയുണ്ടാക്കിയ ഒരു ഐറ്റമാണ്. കൈനോട്ടം എന്ന് പറഞ്ഞാൽ വ്യാജ കൈനോട്ടം. നമ്മുടെ യഥാർത്ഥ കൈനോട്ടക്കാരനെ സുഭാഷ് പാർക്കിന്റെ അവിടെ പോയിരുന്ന് ഞാൻ പൈസ കൊടുത്തിട്ട് അയാൾ എന്നെ കൈ നോക്കിക്കും. എന്നിട്ട് ഞാൻ അത് കേട്ട് പഠിക്കും. അയാൾ സ്ലാങ്ങും അതിൽ കുറച്ച് അതെല്ലാം നമ്മൾ ഉൾട്ട കോമഡി ആക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് കൈനോട്ടക്കാരൻ. അന്ന് മിമിക്രിയോട് ഭയങ്കര താല്പര്യവും കാര്യങ്ങളും ഇന്നില്ലെന്നല്ല പറയുന്നത്. അതിന് മിമിക്രിക്ക് ഒരു സത്യസന്ധമായ ഒരു പച്ചയായ ഇതുണ്ടായിരുന്നു. ഇന്നിപ്പോ മിമിക്രിക്ക് അങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും കാണിച്ചിട്ട് ഇപ്പോഴത്തെ കോമഡി സ്കിറ്റുകളാണെങ്കിലും കോമഡി റിയാലിറ്റി ഷോസ് ആണെങ്കിലും സത്യം ഞാൻ ടി വി കൂടെ പറയുന്നുണ്ട്, ആരും വിഷമം, പക്ഷെ പലതിനും നമുക്ക് ചിരിക്കാൻ തോന്നാറില്ല. പലതിനും, എല്ലാത്തിനും അല്ല, പലതിനും നമുക്ക് മാത്രം. മിക്കവാറും പിന്നെ ചിരിക്കുന്നത് തന്നെ പണ്ടത്തെ പഴയ ഗിന്നസ്, കലാഭവൻ, ഒരു 20 മിനിറ്റിന്റെ ഒരു സ്കിറ്റ് ടി വിയിൽ കണ്ടു കഴിഞ്ഞാല് അതിൽ ആ 20 മിനിറ്റിനുള്ളിൽ ഒരു 2-3 ചിരിയെ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ വേറെ സംബന്ധിച്ച മിമിക്രിയെ സംബന്ധിച്ചിട്ട്, മിമിക്രി എന്നല്ല എന്ത് സ്കിറ്റ് എടുത്താലും സ്കിറ്റിന് ക്ലൈമാക്സ് ഉണ്ടാവില്ല. എപ്പോഴും പണ്ട് ഉണ്ടായ എല്ലാ ഐറ്റങ്ങൾക്കും ഇപ്പൊ സിദ്ദിഖ് ലാല് അവരെ കണ്ടാണ് ഞാൻ പഠിച്ചത് എങ്ങനെ ഒരു പ്രൊഫഷണൽ മിമിക്രി. അതിനു മുമ്പ് ഞാൻ മിമിക്രി ചെയ്യായിരുന്നു ഒറ്റയ്ക്ക്. അപ്പൊ ആ കാലഘട്ടത്തിൽ അവരുണ്ടാക്കുന്ന എല്ലാ ഐറ്റത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ക്ലൈമാക്സ് ഉണ്ടാകുക മാത്രമല്ല, ജനങ്ങൾ കാണുന്ന ഒരു ക്ലൈമാക്സിന് ഒരു ട്വിസ്റ്റ് കൊടുക്കും. അതാണ് അപ്പോഴാണ് ജനങ്ങൾ ഒരു റൂട്ടിൽ സഞ്ചരിച്ചിട്ട് അവിടെ എത്തുമ്പോൾ പൊട്ടിച്ചിരി കൂടുതൽ കിട്ടാൻ കാരണം. അതുകൊണ്ട് എല്ലാ ഐറ്റത്തിനും ഒരു ജീവൻ ഉണ്ടായിരുന്നു. എന്റെ റൂട്ട് മരുന്ന് കച്ചവടക്കാരനാണെങ്കിൽ മരുന്ന് കച്ചവടം ചെയ്യുന്നത് കറക്റ്റാണ്, കൈനോട്ടക്കാരൻ കറക്റ്റ് കൈനോട്ടക്കാരനാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇത് പിന്നീട് ഞാനൊക്കെ അത് ചെയ്യാതെ ഇരുന്നപ്പോ പലരും ചെയ്തത് ഏച്ച് കിട്ടിയ കുറെ തമാശകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇപ്പം ഞാൻ പറയാം, ഇപ്പോഴത്തെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഒരു രീതിയിലും എത്താത്ത ഒരു സ്ഥിതി വരുമ്പോഴത്തേക്കും ആ വന്ന ആളെ ഒന്നുമില്ലേല് ഇടിച്ചടിക്കും, അല്ലെങ്കിൽ എല്ലാരും കൂടി ഇങ്ങനെ സ്റ്റില്ല് നിൽക്കും. അല്ലെങ്കിൽ ഒരു ഉപദേശം, ഒരു സന്ദേശം ഒന്നും കിട്ടിയില്ലെങ്കിൽ സന്ദേശത്തിന്റെ കാലം, സന്ദേശത്തിന്റെ കാലം. ശരിയാണ്, അത് ഭയങ്കരമായിട്ടുണ്ട്. കോമഡി എന്ന് പറഞ്ഞാൽ കോമഡി തന്നെ അവസാനിപ്പിക്കണം. അതിലൊരിക്കലും അങ്ങനെ ഒന്നും വേറെ രീതിയിലേക്ക് കൊണ്ടുപോകരുത്. അത് അതിൽ തന്നെ ഒരു ക്ലൈമാക്സ് ജനം പ്രതീക്ഷിക്കും. അല്ലെ ജനം ഇങ്ങനെ ഒന്ന് ചിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ആയിപ്പോവും, റിയാക്ഷൻസ് എല്ലാം പോവും. അത്ര നേരം കൊണ്ടുവന്ന് ബിൽഡപ്പ് ചെയ്തെല്ലാം വെറുതെ ആയിപ്പോവും. അല്ലെങ്കിൽ പഴയ കോമഡികളൊക്കെ വീണ്ടും കേറി വരുന്നുണ്ട്. പഴയ കോമഡി ഞാനിപ്പോ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. എന്റെ സ്റ്റേജ് ഷോയിൽ എന്റെ പ്രോഗ്രാമിന്റെ പേരാണ് 5 Men Army എന്നാണ്. 5 പട്ടാളക്കാരായിട്ടാണ് സ്റ്റേജിൽ വരുന്ന എല്ലാവരും ഷോയ്ക്ക് വേണ്ടിയിട്ട്. അതില് ഫുൾ മെഗാ ഷോയാണ്. 10-28 ആർട്ടിസ്റ്റുകൾ. ഞാൻ 5 പേരെ ഉള്ളത്. ഇല്ല 5 പേര് സ്കിറ്റ് ചെയ്യുന്നവര്, 5 അല്ല 6 പേരുണ്ട്. മറ്റേ 5 പേരാണ് നമ്മൾ സ്കിറ്റ് ചെയ്യുന്നത്. ഒരാൾ അനൗൺസർ, പിന്നെ ഗാനമേള, ഡാൻസ് എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ ഇത് ആര് ചെയ്യാത്ത പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. എല്ലാ സ്കിറ്റുകളും വളരെ ജീവനുണ്ട്, അതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. ഒരു സെക്കൻഡ് പോലും നമ്മൾ സ്റ്റേജിൽ ലാഗ് ഇല്ലാതെ ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ സ്റ്റേജിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസും ഇപ്പൊ ഇത് ചെയ്യാനുള്ളൊരു സമയവും പിന്നെ ഒരു കൊതിയും ഒക്കെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോ സ്റ്റേജ് ഷോയിലാണ്. സിനിമകൾ നല്ലത് ചെയ്യുക എന്ന് മാത്രമുള്ള ഒരു ഇല്ല നിൽക്കുന്നത്. ഇപ്പൊ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാണത് കൂടുതലും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു തമിഴ് ചെയ്യാൻ പോകുന്നുണ്ട്. ആദ്യമായിട്ട് ചാനലിൽ പറഞ്ഞ ഇവിടെയാണ് ഞാൻ. ഒരു തമിഴ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇപ്പൊ 2 സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാതെ ഏതൊക്കെയാണെന്നുള്ളത്. വേറെ 1-2 സിനിമകൾ വന്നു, പക്ഷെ താല്പര്യം തോന്നിയില്ല. അത് കാരണം വെച്ചാൽ അതിനകത്തൊന്നും ചെയ്യാനില്ല എനിക്ക്. വെറുതെ ചെയ്യാന്നല്ലാതെ ഇനിയൊരു നല്ല സംഭവങ്ങൾ ചെയ്യാന്നുള്ള ആഗ്രഹമാണ്. അത് പലരോടും റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ല കുറെ ഡയറക്ടർമാരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുള്ള ഇന്ന 2 വേഷങ്ങളുണ്ട്, അത് ചെയ്യണം എന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത് ബാവുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമ കഴിഞ്ഞപ്പോൾ അത് കണ്ട ഡയറക്ടർമാരും എനിക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ബാവുട്ടിയുടെ നാമത്തിൽ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് വിഷമമായി പോയി. അയ്യോ, അശോകേട്ടൻ ചെയ്തെന്നല്ലേ? അല്ല, അശോകേട്ടൻ ഇത്ര ബ്രില്യന്റ് ആയിട്ട് ഭയങ്കര ഒരു ക്യാരക്ടർ ചേഞ്ചും, അത് നല്ലൊരു റോള് ഇത്ര ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. എന്തുകൊണ്ട് ഇത്ര വൈകിപ്പോയി? അയ്യോ അശോകേട്ടൻ ഇതൊക്കെ പണ്ടേ ചെയ്യാമായിരുന്നു. ഒന്നിനും നമ്മൾ വൈകിട്ടില്ല. നമുക്ക് കല എന്ന് പറയുന്ന ഒരു വൈകലില്ല. എപ്പോൾ കിട്ടിയാലും അത് അപ്പം ഫ്രഷ് തന്നെയാണ്. നമ്മളപ്പോഴും ഫ്രഷ് തന്നെയാണ്.
ഈ വേഷം ചെയ്തതിന്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. കാരണം വെച്ചാല് ഒരു ദിവസം എന്നെ രഞ്ജിയേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അശോക് എന്നെ വിളിക്കുള്ളൂ രഞ്ജിയേട്ടൻ, ഡയറക്ടർ രഞ്ജിയേട്ടൻ, അശോക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചു, എന്താ നമ്മളൊരു സച്ചി വിളിക്കും, ആൾ വിളിക്കും കേട്ടാ, പ്രശ്നം കണ്ടോ വിളിക്കുന്നുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചപ്പോ എന്നെ വിളി. അപ്പൊ ഇപ്പോഴും എനിക്ക് ടെൻഷനായി, ഒന്നും ഇല്ലാതെ പുള്ളി വിളിക്കില്ല, എന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ രഞ്ജിയേട്ടൻ്റെ പടത്തിലൊരു വേഷം ഉണ്ട് കേട്ടോ, നമുക്ക് ഇത്ര ദിവസം വേണം. ഞാൻ എന്താ വേഷം, എന്തെങ്കിലും ഡിഫറെന്റ് അല്ലെങ്കിൽ രഞ്ജിയേട്ടൻ വിളിക്കൂല. അത് എന്നോട് വേഷം അങ്ങനെ പറഞ്ഞില്ല, ചേട്ടൻ ചെയ്യാത്തൊരു വേഷം എന്നാ പറഞ്ഞത്. അപ്പൊ ഒന്നും കൂടി എനിക്ക് ആകാംക്ഷയായി. GS വിജയനാണ് ഡയറക്ടർ. വിജയനെ ഞാൻ വിളിച്ചു. അപ്പൊ അതൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട്, വിജയേട്ടാ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം, പടം ഇതിൽ തുടങ്ങാറായില്ലേ, ഡേറ്റ് മേടിച്ചിരുന്നു, എന്താ വേഷം, ചെയ്യാത്തൊരു വേഷം. അവിടെ അത് തന്നെ മറുപടി. എനിക്ക് പിന്നെയും ടെൻഷൻ, ചെയ്യാത്തൊരു വേഷം ആകുമ്പോ എന്താണ്. പിന്നെ എനിക്ക് രഞ്ജിയേട്ടനോട് ചോദിക്കുക ഒരു ഭയം. രഞ്ജിയേട്ടാ ഒരു ദിവസം ഞാൻ വിളിച്ചു, രഞ്ജിയേട്ടാ ഇങ്ങനെ രണ്ടുപേരും ഇത് തന്നെ പറയുന്നു, ഒരു ഉറക്കമില്ല എനിക്ക്, എന്താണ് ആ വേഷം എന്നൊന്ന് പറയാന്ന് പറഞ്ഞു. അത് നീ ചെയ്യാത്തൊരു വേഷം, അത് മനസ്സിലായി എന്താണത്. നീ 2 വീലർ ഓടിക്കുമോ? ഞാൻ ഓടിക്കും, സ്ഥിരം ഓടിക്കാറില്ല, സിനിമയ്ക്ക് വേണ്ടി മാത്രം ഓടിക്കും, ഞാൻ കാറാണ് ഇപ്പൊ കൂടുതലും. എന്നാ നീ ബുള്ളറ്റ് ഒന്ന് ഓടിച്ച് പഠിച്ചു വന്നാണ്. അന്ന് തുടങ്ങി ബുള്ളറ്റ് ഓടിച്ച് പഠിക്കില്ല, നേരെ വളവിഞ്ഞ സ്ഥലത്തൊക്കെ പോയി ബുള്ളറ്റ് ഓടിച്ച് പഠിച്ച്. ഓക്കെ, അപ്പൊ ബുള്ളറ്റ് പഠിക്കണമെന്ന് എനിക്ക് എന്ത് വേഷമായിരിക്കും. ഞാൻ ഷൂട്ടിങ്ങിന്റെ അന്ന് രാവിലെ, തലേദിവസം ഞാൻ അവിടെ എത്തി, രാവിലെ ലൊക്കേഷൻ ചെല്ലുകയാണ്. മമ്മൂക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞ് മീശ പഠിക്കാമെന്ന് വെച്ചു. ഞാൻ മീശേ എല്ലാം പഠിക്കാൻ. അന്ന് ഈ മീശ പഠിച്ചിട്ട് ഒരു വിഗ് ഉണ്ട്, അത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മേക്കപ്പ് മാൻ്റെ ചെന്ന്, അല്ല അതിനു മുമ്പ് ചേട്ടൻ പറഞ്ഞ്, കേട്ടാ എനിക്ക് ആ ക്യാരക്ടർ ഒന്ന് കേട്ടാ കൊള്ളാന്ന് പറഞ്ഞു. ആ ചേട്ടൻ കഥ പറഞ്ഞു. കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്തൊരു സ്പിരിറ്റ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറുന്ന പോലെ എൻ്റെ മനസ്സിലൊരു വൈബ്രേഷൻ വന്നു. കാരണം വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം അതൊരു വേറൊരു സൈസായിട്ടുള്ള ഒരാൾ ബുള്ളറ്റൊക്കെ നടക്കുന്ന, ഇങ്ങനത്തെ ഒരു വിനീതിട്ട് അടിക്കാനായിട്ട് ചെല്ലുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചോദിക്കാൻ എനിക്കൊരു പേടി. ഇതാണ് ക്യാരക്ടർ അല്ലേ, ബൗട്ടി എന്നാണ്, ബൗട്ടി നാമത്തുന്ന പടത്തിലാണ്, നിന്റെ പേര് അലവി എന്നാണ്. അല്ലേട്ടാ അത് നീ ചെയ്യും. ഭയങ്കര എനർജിയാണ് തന്നെ പുള്ളി. അങ്ങനെ പോയി മേക്കപ്പ് വന്ന് മേക്കപ്പ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അമ്മൂക്കരിപ്പുണ്ട് അവിടെ. അലവി കറക്റ്റായല്ല, ഇനിയിപ്പം അമ്മ ഇനിയൊന്നും പറയണ്ട, ഡയലോഗ് ഉണ്ടല്ലോ, വെറുതെ നിന്നാതില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് ഡേ ബുള്ളറ്റിൽ മമ്മൂക്കനെ കയറ്റി കൊണ്ടുവന്നതാ. അത് ഇങ്ങനെ സ്ലോപ്പുള്ളൊരു വീട്, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ മമ്മൂക്ക പിടിച്ചിരുന്നു, എനിക്ക് ഓടിക്കറിയില്ലേ, അറിയാ അതിനൊക്കറിയില്ലല്ലേ, അതിൽ തന്നെ നമുക്കൊക്കെ മനസ്സിലായി അറിയില്ല. ഒറ്റ ടേക്കിലെ ചിരിയായി എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. പിന്നെ അഭിനയിക്കുന്നതോറും നമുക്കൊരു ത്രില്ലാണ്. അങ്ങനെയാണ് ആ വേഷം ചെയ്തത്. പിന്നെ ഡബ് ചെയ്യുന്ന സമയത്തും അതിന് സ്ലാങ് ഉണ്ട്. ആ സ്ലാങ് ഒക്കെ രഞ്ജിയേട്ടനും പിന്നെ അതൊരു രഞ്ജിയുടെ കൂട്ടുകാരൻ്റെ കൂടി പറഞ്ഞു തന്നിട്ട് പലർക്കൊക്കെ തെറ്റിയിട്ടുണ്ട്. പക്ഷെ ഡബിങ്ങിൽ നമ്മളത് പിടിച്ചു ശരിയാണ്. രഞ്ജിത്ത് ചേട്ടനോട് ഒരിക്കലും ചോദിച്ചില്ലേ ഈ ഒരു ക്യാരക്ടറിന് എങ്ങനെ എന്നെ കണ്ടു? അതെ, ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് നീ ചെയ്യും. അപ്പൊ അതൊരു ആ സെൻസ് ഉണ്ടല്ലോ, എന്നിലത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തിയൊരു ഇതുണ്ടല്ലോ, അത് 100 മാർക്ക് രഞ്ജിയേട്ടൻ തന്നെയാണ്. നമ്മളിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അശോകേട്ടൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് മീശ പഠിച്ച് ചെയ്യുന്നത്? മീശ പഠിച്ചത് ഇല്ല, വേറെ ചെയ്തിട്ടുണ്ട്. താടി പഠിച്ച ആദ്യം താടിയല്ല, ആദ്യം താടിയുടെ ഇടക്ക് പഠിക്കുന്ന സത്യശിവസുന്ദരം തന്നെ പടത്തിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ താടി ഫുൾ പഠിക്കുന്നത് രാജസേൻ സാറിന്റെ ഒരു പടത്തിൽ വേണ്ട. അത് കഴിഞ്ഞ് പിന്നെ ഒരു പടത്തിന് വേണ്ടി മീശ പഠിക്കേണ്ടി വന്നു. അത് ഏതാന്ന് വെച്ചാല് സൂര്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിന്, ബിനുവേട്ടന്റെ പടത്തിന്, അതൊരു ഡാൻസ് മാസ്റ്ററായിട്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അതും ഭയങ്കര കുഴപ്പമാണ്. ഞാൻ കാലിക്കറ്റ് ഷൂട്ടിങ് നടക്കുമ്പോൾ കുറച്ച് പേര് അശോകൻ ചേട്ടൻ വന്നു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്, പ്രായമായ കുറച്ച് തള്ളവര് അശോകൻ ചേട്ടൻ വന്നു. അപ്പൊ ഞാനാണ് ഓനെന്ത്, അതൊക്കെ ഞാൻ ഇതിനു വേണ്ടി പഠിച്ചതാ. ആണോ, അയ്യോ താടിയാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ പലരും പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെയും താടി വളർത്തിയത്. മമ്മൂക്ക എപ്പോഴും പറയും, നീ എന്ന് താടി എടുക്കണം അന്ന് നീ രക്ഷപ്പെടും. കാരണം താടി വെച്ചിട്ട് ഇങ്ങനെ ഒരേ കോളേജ് കുമാരൻ ചെയ്തു, പനിയത്തിപ്രാവില് തുടങ്ങി ഭിക്ഷക്കാരൻ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോ താടി വെച്ച് ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ അഭിനയിച്ചു ഗിന്നസ് അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
അയ്യോ അത് ഇല്ലെങ്കിൽ ഒരു ലിംക അല്ലെങ്കിൽ ഒരു പെപ്സി എന്തെങ്കിലും കിട്ടും. ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. ചിലപ്പോ ഉറപ്പായിട്ടും കിട്ടാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ സത്യമാ. അല്ല, ഈ സത്യത്തിൽ ഏത് പ്രായത്തിലാണ് താടി വെച്ചത്? താടി വെച്ചതാ? പ്രായം എനിക്ക് ഓർമ്മയില്ല, താടി ഇങ്ങനെ വന്നതാ. അങ്ങനല്ല, ഏതോ ഒരു പ്രായത്തിൽ നേരം വിളിക്കുമ്പോ താടി ഉണ്ട് എനിക്ക്. അതല്ല ഇത്. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും താടി വെക്കുന്നതാണ് അശോകന് നല്ലത് എന്ന് പറഞ്ഞ് വെച്ച് തുടങ്ങിയല്ല. ഞാന് സ്വന്തമായിട്ട് അങ്ങ് സ്കൂൾ കഴിഞ്ഞപ്പോ താടി വളർന്നു. അന്നേ പ്രേമം സ്റ്റൈലാണ്. താടി വെറുതെ ചുമ്മാ അവിടെ വളർന്നു. പിന്നെ നോക്കിയാണ് വളർത്തി. വേറെ പണിയൊന്നും ഇല്ലല്ലോ, വെറുതെ ഇരിക്കും. മടി കാരണമല്ലേ അങ്ങ് വളർത്തിയത്? മടിയും കയ്യിൽ കാശും ഇല്ലല്ലോ പഠിക്കാനായിട്ട്. പടി വേണ്ടേ, പടി. അയ്യോ, പക്ഷെ അത് വന്നു കഴിഞ്ഞിട്ടും പിന്നെയും പഠിച്ചില്ല. പിന്നെ ഇടക്കൊക്കെ പഠിക്കും. പിന്നെ നടത്തി. പിന്നെ ഞാൻ മിമിക്രിയിൽ താടി വെച്ച ഒരു അശോകനായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ഒരു സമയത്ത് മിമിക്രി എന്ന് പറയുമ്പോഴത്തേക്കും സൗണ്ട് എടുക്കുന്നവരെ അല്ലേ ഈ ട്രൂപ്പുകളിലേക്കൊക്കെ എടുക്കുന്നത്? അപ്പൊ സൗണ്ട് എടുക്കാതെ അശോകേട്ടൻ എങ്ങനെയാ ട്രൂപ്പിൽ കയറിയേ? ഞാൻ അന്ന് 13 സിനിമാ താരങ്ങൾ കാണിക്കുമായിരുന്നു. അയ്യോ, എന്നിട്ട് കുറച്ചു നേരം മുമ്പ് ഞാൻ സൗണ്ട് എടുക്കുമായിരുന്നു ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു. അല്ല, അതല്ല, അത് പരേഡിലേക്ക് വന്നപ്പോ, മിക്സ് പരേഡിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയി നിന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് ഞാൻ സിനിമാ താരങ്ങളെ 13, എംജദ് ഖാൻ, ശിവാജി സ്കൂളിലൊക്കെ സമയത്താണോ? ഇപ്പൊ രക്ഷയില്ല. അത് മിമിക്രി എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് പഠിക്കുന്നത്. അത് പ്രാക്ടീസ് ഇല്ലെങ്കിൽ അത് വെറുതെ ആയിപ്പോ. അപ്പൊ അന്ന് എടുത്തിരുന്ന ആരൊക്കെ? അന്ന് അംജദ് ഖാൻ, ശിവാജി ഗണേശൻ, ആലം മൂടൻ, ഗോവിന്ദൻകുട്ടി, നെടുമുടി വേണു, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ പപ്പുവേട്ടൻ, മാളച്ചേട്ടൻ, 13 വരെ കാണിക്കും. അന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഒരു 2 മണിക്കൂറൊക്കെ ഞാൻ പ്രോഗ്രാം നടത്തും. പക്ഷെ ആ 2 മണിക്കൂറും പരിപാടി നല്ല പരിപാടിയായിരുന്നു. ഒപ്പിക്കണ പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലും കാണിച്ചിട്ട് ഇപ്പോഴും ഞാൻ സ്റ്റേജ് ചെയ്യുന്നുണ്ട് എന്റെ ഷോ. സത്യസന്ധമായ പരിപാടി ഞാൻ നടത്തുന്നത്, അല്ല എന്തെങ്കിലും കാണിച്ചിട്ട് ആളെ പറ്റിച്ച് ഞാൻ പൈസ മേടിക്കുന്നത് അല്ല. അപ്പൊ അന്നും ഇതുപോലെ സിനിമാ നടന്മാര് പാട്ട് പാടുന്നു, സിനിമാ നടന്മാര് എന്തുവാ അങ്ങനത്തെ കോമഡി ആയിരുന്നോ? അല്ലെങ്കിൽ പലതുണ്ട്. അവരെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുക, അവര് പാട്ടുപാടിയാൽ എങ്ങനെയായിരിക്കും, പിന്നെ അവര് ഒരു ക്യാരക്ടറായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് അന്നും ചെയ്യുന്നത്. അശോകേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള മിമിക്രി ആർട്ടിസ്റ്റ് ആരായിരുന്നു? എനിക്ക് ശബ്ദാനുകരണത്തിൽ ഏറ്റവും ഇഷ്ടം കോട്ടയം നസീറ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ശബ്ദം അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. മിമിക്രി ശബ്ദ അനുകരണത്തിൽ, അതാണ് ശരിക്കും ഒരു മിമിക്. പിന്നെ മിമിക് എന്ന് പറഞ്ഞാല് ശബ്ദവും ഭാവവും കൂടി വന്നം, അതാണ് ഒരു മിമിക്. ശബ്ദം മാത്രമല്ല, പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ട് സിനിമാ നടന്മാരെ ശബ്ദം അനുകരിക്കുന്ന ഒരാൾ കോട്ടയം നസീറ. അശോകേട്ടൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു ഈ മിമിക്രി? ഇല്ല, പഠിപ്പിക്കാൻ പറ്റില്ല ഒരാൾക്കും. മിമിക്രി ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ പട്ടി ഉരക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു. അതെ, ഇനി വേറൊരാൾ കുറച്ച് എന്ന് പറഞ്ഞാൽ കുറക്കാൻ പറ്റുമോ? അങ്ങനെ കലാഭവനിൽ മിമിക്രിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കി. KS പ്രസാദൊക്കെ പഠിപ്പിച്ച ആൾക്കാരാ. എനിക്കറിയാൻ പാടില്ല എങ്ങനെയുള്ളൂ. എന്റെ ഇപ്പോഴുള്ള വിശ്വാസം മിമിക്രി പഠിപ്പിക്കാൻ പറ്റില്ലെന്നുള്ള. കാരണം ഞാൻ പറയാ ഒന്ന് കാണിച്ചു പഠിക്കുമോനെ. അല്ല, അത് അപ്പൊ ഒരു കൊച്ചു പറയും, മോനെ തൊണ്ടയുടെ നാക്കിന്റെ ഇവിടെ വന്ന് മുട്ടിയിട്ട് അവിടുന്ന് ശബ്ദം, ഇങ്ങനെ ആർക്ക് പറയാൻ പറ്റും? അത് ഫീസ് വെച്ച് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു കലാഭവനിൽ. ഓക്കെ, ഒരു കൊമേഡിയൻ എന്ന നിലയ്ക്ക് എന്തെല്ലാമാണ് കറക്റ്റ് ആയിട്ട് വേണ്ടത്? ഒരു കോമഡി കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കഴിവുകൾ വേണം, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ആ ഒരു പാരാമീറ്റേഴ്സ്? കോമഡി വർക്ക്ഔട്ട് ആണെങ്കിൽ എന്ന് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. എന്തും അഭിനയത്തിന്റെ ഏത് ഭാവങ്ങളും ടൈമിംഗ് ആണ്. ടൈമിംഗ് കറക്റ്റ് ആയിരിക്കണം, അതിന്റെ മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കണം, അതിന്റെ റിയാക്ഷൻസ് കറക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ ഒത്തു വന്നെങ്കിൽ മാത്രമേ എപ്പോഴും അത് കോമഡിയൻ എന്നൊരു നടൻ ഭൂമിയിലില്ല, നടനേ ഉള്ളൂ. അപ്പം കോമഡിയും ചെയ്യണം, ട്രാജഡിയും ചെയ്യണം, എല്ലാം ചെയ്യണം. ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ എന്താണ് എല്ലാം ഉണ്ട് അല്ലേ? ആ എല്ലാം കിട്ടുന്നതാണ് സൂപ്പർ സ്റ്റാർ അല്ലേ? നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ എടുത്തു നോക്കിയാൽ അവരെല്ലാം ചെയ്യും. അവരുടെ ഭാവങ്ങളും കോമഡി എല്ലാം അവർ ചെയ്യുന്നില്ലേ? ഫൈറ്റ് എന്തോരം ചെയ്യില്ല അവര്. അപ്പൊ നമുക്ക് ഒരു പരിമിതികളുണ്ട് അതിന്. ഏറ്റവും ബുദ്ധിമുട്ട് കോമഡി ചെയ്യാനാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കോമഡി പറഞ്ഞിട്ട് ചിരിച്ചില്ലെങ്കിൽ ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ സിനിമയിലാണോ അല്ലെങ്കിൽ സ്റ്റേജിലാണോ അല്ലെങ്കിൽ ഒരു വീട്ടിലാണെങ്കിൽ പോലും അത് ഏറ്റില്ലെങ്കിൽ ആ പറയുന്ന ആള് ബിഗ് സീറോയാണ്. മറ്റൊന്ന് ആരുടെ അടുത്താണ് പറയണേന്ന് കൂടി ആലോചിക്കണം. ഒരു കോമഡി പറയുന്നത് ആസ്വദിക്കാൻ കഴിവില്ലാത്തന്റെ പോയി പറഞ്ഞിട്ട് അവൻ ചിരിച്ചില്ലെങ്കിൽ
അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എവിടെ എങ്ങനെ പറയണം, എങ്ങനെ അവതരിപ്പിക്കണം എന്ന് കഴിവുള്ളവർക്ക് മാത്രമേ കോമഡി ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഏതെങ്കിലും സ്റ്റേജ് ഷോസിൽ പോയിട്ട് അത് ചീറ്റി പോയിട്ടുണ്ടോ? കോമഡിയാ? കോമഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കണം എന്നില്ല. ഇപ്പൊ നമ്മൾ ചെറിയൊരു തമാശ പറയും. ഇപ്പൊ എന്താ പറയും, പാണ്ടിപ്പട എന്ന് പറയുന്ന ചിത്രത്തില് ഞാനിങ്ങനെ ഒരു കനാലിൽ ഇത് ഞാനും ദിലീപ് കുളിക്കുന്നു, ഞാൻ പല്ല് തേക്കുന്നു. അപ്പൊ ദിലീപ് എന്നോട് ചോദിക്കും, ഇതെന്ന് തുടങ്ങിയത് പല്ല് തേക്ക്? ആ വീട് ഞാൻ വാടക എടുത്തപ്പ അവിടെ ആകെ ഉണ്ട ഫർണിച്ചറാണിത്, ആകെ ഉണ്ടായ ഫർണിച്ചറാണിതെന്ന്. ഇതൊരു നല്ല ക്ലാസ് കോമഡിയാണത്. പക്ഷെ അത് ചിരിക്കാനായിട്ട് ഒരു വിഭാഗം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ അതിൻ്റെതായ വിധത്തിലൊരു ചിരി കിട്ടും. എല്ലാ കോമഡി എല്ലാവർക്കും ചിരിക്കണം എന്നില്ല. ചിലർക്കത് ചിലർക്ക് കത്തില്ല, കോമഡി മനസ്സിലാവില്ല, എന്തായാലും തമാശ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അശോകേട്ടൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതുപോലെ ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് അവർക്ക് നമ്മൾ കുട്ടി കുട്ടി ചാൻസസ് ഈ ഷോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരാള് അവിടെ ഒരു ചോദ്യമായിട്ട്. ഞങ്ങൾ SNM-GBHS ചേർത്തലയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. പഞ്ചാബി ഹൗസ്, പറക്കം തളിക എന്നീ ചിത്രങ്ങളിൽ ചേട്ടൻ അഭിനയിച്ചത് വളരെയധികം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ദിലീപ് ചേട്ടനോടൊപ്പം ഇനിയും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ചേട്ടൻ എടുക്കുമോ? ഉടനെ അല്ലെങ്കിലും ദിലീപുള്ള ചിത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അത് അങ്ങനെ ഒരു സബ്ജക്റ്റ് ലോഞ്ച് ചെയ്യാത്തോണ്ടിട്ടാണ്. പിന്നെ ദിലീപിനോട് കുറെ ചിത്രങ്ങൾ ചെയ്തതല്ലേ, ഇനിയിപ്പോ ദിലീപ് ചെയ്യുന്ന ചിത്രങ്ങളിലേക്ക് നമ്മൾക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ വരാൻ പറ്റില്ല. ഏകദേശം അങ്ങനെ സിനിമകളായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സ്റ്റേജ് ഷോ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 2ാമത്തെ വർഷം. കഴിഞ്ഞ വർഷം തുടങ്ങിയത്. അത് പഞ്ചാബി ഹൗസിലെ രമണൻ ഞാൻ ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്. അതെ, എന്നോട് അങ്ങനെ പറയാം. പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ട് അതറിയാൻ വയ്യാത്ത ഏതെങ്കിലും മലയാളി ഉണ്ടോ? ആ ക്യാരക്ടർ സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു പരിപാടിയാണ്. അത് മെഗാഷോയാണ്. ഗാനമേള, സ്കിറ്റ്, ഡാൻസ് എല്ലാം ഉണ്ട്. പക്ഷെ അതിനൊരു കഥ പോലെ ഇങ്ങനെ പഞ്ചാബി ഹൗസിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് ഇവന്റ് നടത്താൻ വേണ്ടി വരുന്ന ഒരു ക്യാരക്ടറാണ് രമണൻ. പക്ഷെ അവിടെ കാര്യസ്ഥനായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരാളുണ്ട് പഞ്ചാബി ഹൗസിലെ എന്റെ മുതലാളി അനീഫിക. അതിന്റെ ഡ്യൂപ്പ് ഉണ്ട് അവിടെ. അനീഫിക പഞ്ചാബി ഹൗസിലെ ഒരു കാര്യസ്ഥനാണ്. പിന്നെ അവിടെ പന്തല് വിളിക്കാനായിട്ട് വിളിക്കാരൻ മച്ചാൻ പരസിന്റെ ക്യാരക്ടർ ഉണ്ട്. പിന്നെ അവിടെ ഉള്ള കംപ്ലീറ്റ് പഞ്ചാബികളും 36 ആർട്ടിസ്റ്റായിരുന്നു. ഗാനമേളയുണ്ട്. അപ്പൊ ഈ പഞ്ചാബി ഹൗസിലെ അന്ന് കല്യാണത്തിന്റെ തലേദിവസമുള്ള രാത്രി തുടങ്ങിയാണ് പരിപാടി തുടങ്ങുന്നത്. അതിന്റെ സ്കിറ്റും ഗാനമേളയൊക്കെ നടക്കുന്നതാണ്. ആ ഇവന്റ് ഞാനാ നടത്തുന്നത്. ഈ രമണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ലാസ്റ്റ് രമണൻ ഇടക്കിടക്ക് പറയും ഒരു മാജിക് നടത്തട്ടെ. അപ്പൊ ഈ മറ്റേ അനീഫിക്കയുടെ ക്യാരക്ടർ ഓടിച്ചു, പോടാ നീ ഇവിടെ ഇവന്റ് നടത്തിയാൽ നീ മാജിക് ഒന്ന് നടത്തുന്നുണ്ട്. അങ്ങനെ മാജിക് അവസാനം നടത്തട്ടെ എന്ന് പറഞ്ഞാൽ അവസാനം മാജിക് കളിക്കാൻ വേണ്ടി വരും പുള്ളി മജീഷ്യനായിട്ട് വന്ന്. അതിനിടയ്ക്ക് ഇയാളെ ഒരു ചെറിയ ചതിയിൽ എന്നെ പെടുത്തിയിട്ട് എന്നെ ഇയാള് പുറത്താക്കാൻ നോക്കും. അത് ഞാൻ പൊളിച്ചിട്ട് ഇയാളെ പുറത്താക്കും. അങ്ങനെ ഞാൻ മാജിക് കളിക്കും. മാജിക് കളിക്കാൻ വേണ്ടി വന്നിട്ട് ഒരു വാനിഷിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. ഒരു പെണ്ണിനെ ബോക്സിൽ അടച്ചിട്ട് വാനിഷ് ചെയ്ത് കളയും. ശരിക്കും ചെയ്യോ? അങ്ങനെ മാജിക് കാണിക്കും നമ്മള് സ്കിറ്റായിട്ട്. അപ്പൊ അതിനൊരു മജീഷ്യന്റെ ശിഷ്യനുണ്ട്. അപ്പൊ അതിനൊരു പെണ്ണ് വേണമെന്ന് പറയുമ്പോ ഈ മണവാട്ടിനെ അതിൻ്റെ അകത്ത് ആക്കണം. മണവാട്ടിനെ അതിൻ്റെ അകത്ത് ആക്കിയിട്ട് മാജിഷ്യൻ വാനിഷ് ചെയ്ത് കളയും. പക്ഷെ കല്യാണം നടത്തണ്ടല്ലേ അന്ന് രാത്രി. അപ്പൊ അവിടെ വലിയ പ്രശ്നമാകും. അപ്പൊ പഞ്ചാബിൽ പ്രശ്നം ഉണ്ടാക്കിയുള്ള അച്ഛനൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ ഞാൻ പിന്നെ വരുത്താം എന്ന് പറഞ്ഞ് മാജിക്കലി വരുത്താൻ നോക്കുമ്പോൾ 2 പ്രാവശ്യം നടക്കില്ല, വരുന്നില്ല. അങ്ങനെ എല്ലാരും കൂടി എന്നെ പിടിച്ച് തല്ലി. അന്ന് സോണിയനെ വിളിക്കാൻ പറയും. സോണിയ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഒളിച്ചു വെച്ച് അപ്പൊ ഈ പെണ്ണിന്റെ പേര് സോണിയ എന്നാ. സോണിയനെ ഒളിപ്പിച്ച് വെച്ചേക്ക് ഇരുന്നില്ലേ എന്ന് പറഞ്ഞ് സോണിയ വരട്ടെ എന്ന് പറയുമ്പോ വരുന്നത് ആ തടിയനാ. ആ ഒരു ഷോട്ടിന് വേണ്ടി മാത്രം നമ്മ ഒരു തടിയനെ കൊണ്ടുപോകും. ഭയങ്കര തടിയായിട്ടുള്ള ഒരുത്തനാ അബ്ബാസിന്റെ ഒരുത്തൻ. അവൻ വന്ന് പിന്നെ ഗുസ്തിയും കാര്യം. അപ്പൊ പഞ്ചാബിൽ സെയിം ഗുസ്തി കാണിക്കുന്ന ഗുസ്തിയിൽ അവസാനം ഈ ബോക്സിലിട്ട് എന്നെ അടക്കും, മാജിക് ബോക്സിൽ. അണ്ട് കത്തിക്കൊക്കെ കുത്തും സൈഡിൽ കൂടി. തുറന്നു നോക്കുമ്പോ ഞാനില്ല, അതാണ് ക്ലൈമാക്സ്. അല്ല, അത് കഴിഞ്ഞ് ഒരു കുട്ടി അപ്പൊ എന്റെ ശിഷ്യനുണ്ട്. അവനെ പിടിച്ച് അടിയും ബഹളം തുടങ്ങുമ്പോ മുതലാളി അപ്പൊ എന്റെ മുതലാളി നിൽക്കും. മുതലാളി എവിടെ രമണാശാനെ എവിടെ? ഞാൻ എന്നെ അടുത്ത് അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടാകുന്ന പിന്നെ ഓഡിഷന്റെ അടുക്ക് ബാക്കിൽ നിന്ന് ഞാനും മറ്റേ പെണ്ണും കല്യാണം കഴിഞ്ഞിട്ട് അതാണ് വേരിയന്റ്. അത് വന്നു ചെയ്യാൻ നേരത്ത് വീണ്ടും മെയിൻ സാബ് വരും. അവര് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് മെയിൻ സാബ് വന്നിട്ട് പറയും മറ്റേ ഡയലോഗ് ഇല്ലേ പഞ്ചാബി ഹൗസിലെ, സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവരാണ് പഞ്ചാബികൾ. അതുകൊണ്ട് നമ്മൾ വാള് വരും. അപ്പൊ ഞാൻ കരയും. എന്നെ കൊല്ലുന്നു. ഇന്നുതൽ നീയാണ് ഈ പഞ്ചാബി ഹൗസിലെ ബഡാ സാബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആള് വരും.
ചെയിൻ സോങ് ഇതിലെല്ലാം ഡാൻസ് സോങ് അങ്ങനെയൊക്കെ തീരുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ ഗംഭീര പരിപാടിയായിരുന്നു. പക്ഷെ 36 പേരെ കൊണ്ട് പോവാൻ ബുദ്ധിമുട്ടായിരുന്നു. എത്ര സ്റ്റേജ് പോയി ഇപ്പം? 30 സ്റ്റേജ് അത് കളിച്ചു. ഓൾ ഓവർ എനിക്ക് കേരളത്തിന് വെളിയിലായിരുന്നു കൂടുതൽ ഷോ വന്നത്. പക്ഷെ അത്രയും പേരെ നമ്മളിങ്ങനെ ഫ്ലൈറ്റിന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ട്രെയിനൊക്കെ ഇപ്പൊ കുറെ ദിവസം എടുക്കും. അപ്പൊ അവര് തയ്യാറാണ്. പക്ഷെ എനിക്കതൊരു ഭയങ്കര വിഷമമായിട്ട് വന്നിട്ട് നമ്മൾ ഈ പ്രാവശ്യം അതൊരു 27 പേരെ ആക്കിയിട്ട് 5 Men Army എന്ന് പറഞ്ഞ ഷോ നടക്കുകയാണ്. അപ്പൊ ഇതിപ്പോ തീം കംപ്ലീറ്റ് മാറി. ആ തീമൊന്നുമില്ല ഇപ്പൊ ഇതില് അവതരണ രീതിയാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. വേറെ രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതിപ്പോ പറയണ്ടല്ലേ? അതന്നെ അതിനകത്ത് ചെറിയ ക്ലിക്ക് ഉണ്ട്, അത് പറയാനും പാടില്ല. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ കണ്ട ആൾക്കാർക്ക് ഇടുങ്ങി പോകും. നമുക്ക് അറിയാവുന്ന ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? മഴയിൽ മനോരമ ആ സ്കിറ്റ് ചെയ്യണ 5 പിള്ളേര് ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഇവിടുത്തെ ഫേമസ് പാട്ടുകാരൊക്കെയാണ്. നല്ല ഓർക്കസ്ട്രയാണ്. 5 പീസ് ഓർക്കസ്ട്ര വെച്ചാൽ നമ്മൾ ഗാനമേള നടത്തണം. കരയൊക്കെ അങ്ങനെയൊന്നുമില്ല ഗാനമേള. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഗംഭീര ഡാൻസ് മാസ്റ്റേഴ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. അല്ല ഇനിയിപ്പം അശോകേട്ടൻ എന്താണെങ്കിലും ഇത്രയും വലിയൊരു ഹ്യൂജ് ഗ്രൂപ്പിനെ കൊണ്ടുപോകാനും ഇത് പ്ലാൻ ചെയ്യാനും എല്ലാം, പിന്നെ ഈവൻ സ്കിറ്റുകളും അതും എല്ലാം അശോകേട്ടന്റെ ത്രൂ അല്ലേ പോകുന്നത്? അശോകേട്ടൻ എന്തുകൊണ്ട് ഒരു സിനിമ ഡയറക്ട് ചെയ്തൂടാ? സമയമായിട്ടില്ല. അപ്പൊ വരുന്നുണ്ട് ആയിരിക്കും. കുറച്ച് ക്യാരക്ടറും കൂടി ചെയ്യണം എന്നുണ്ട്. അത് ഞാനിപ്പോ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞാല് ഒരു പക്ഷെ ചിലപ്പോ ആ ക്യാരക്ടറിങ് ചെയ്യാൻ പറ്റില്ല. ഏത് ക്യാരക്ടറാ പറയാറായിട്ടില്ല? പറയുമോ? അല്ല അത് വരുമ്പോ അറിയാതെ പറയണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓ അപ്പൊ വരുന്നുണ്ട്. അത് ഓൾറെഡി ആയി? ഉടനെ ആയിട്ടില്ല. ചെയ്യും, ഞാൻ ചെയ്യാനായിട്ട് ഒരു ഓഫർ ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ പിന്നെ ഈ അലവിയെ പോലുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ ഇനി നമുക്ക് അശോകേട്ടനെ വീണ്ടും കാണാനായിട്ട് പറ്റുമായിരിക്കും. വ്യത്യസ്തമായതാണ്, അതുകൊണ്ട് താല്പര്യത്തിൽ അങ്ങ് നിൽക്കുകയാണത്. സമയമാകുമ്പോ പറയാം. അശോകേട്ടന്റെ നെക്സ്റ്റ് ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഞാനല്ല, വേറൊരാളാണ്. ആ ആള് ദാ അവിടെ വരും. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ കണിച്ചുളങ്ങരയിലാണ് സ്വദേശം. വളർന്നു വരുന്ന ഒരു ചെറിയൊരു മിമിക്രി കലാകാരനാണ്. അപ്പോൾ ഞാനിപ്പോൾ കൊച്ചിൻ നവോദയയിലാണ് ഞാൻ പ്രോഗ്രാം ചെയ്തു വരുന്നത്. എനിക്ക് അശോകൻ ചേട്ടനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ ഈ വളർന്നു വരുന്ന മിമിക്രി കലാകാരന്മാർക്ക്, ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് എനിക്കൊപ്പം ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ അശോകൻ ചേട്ടൻ്റെ ആ ഒരു നിർദ്ദേശങ്ങൾ ഒന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിമിക്രി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട് വേദികളിൽ കയറി നമ്മൾ ആളാണെന്ന് അറിയിക്കുന്ന അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക. പിന്നെ ഈ പറയുന്നത് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു ചാനലിൽ കയറിയാൽ എളുപ്പമായിരിക്കും. ചാനലിൽ കയറിയാൽ 4 പേര് അറിയും, ഇഷ്ടംപോലെ പരിപാടി കിട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആകും. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഞാനൊക്കെ മിമിക്രി പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ഒരു TV അങ്ങനെ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, TV മാധ്യമങ്ങൾ, ഒരുപാട് ചാനലുകളുണ്ട്. അവിടെയൊക്കെ എങ്ങനെയെങ്കിലും ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക, കയറുക. അപ്പം നമ്മളെ കഴിവ് കാണിക്കാൻ പറ്റും. അതിലൂടെ നമ്മൾ ആവശ്യക്കാരനായിട്ട് മാറും. അത് തന്നെയാണ് അതിൻ്റെ ഒരു മറുപടി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം അശോകേട്ടൻ്റെ ഒരു ഈ നമ്പർ ഓഫ് ഫിലിംസ് എടുത്ത് നോക്കി, ഒരു 100 കൂടുതൽ സിനിമകൾ ചെയ്തിട്ടില്ലേ? 100 മേലെയായി. അപ്പം അശോകേട്ടൻ എങ്ങനെയാ ഈ സിനിമ ചെയ്യാം, ഈ സിനിമ ചെയ്യണ്ട അങ്ങനെ തീരുമാനിക്കാറുണ്ടോ? ഇപ്പോഴേ പണ്ട് അങ്ങനെ എല്ലാം ചെയ്തതിന്റെ ഒരു കുഴപ്പമുണ്ടായി. കാരണം അന്ന് നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ നിറഞ്ഞു നിൽക്കണം എന്നുള്ളൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ കുറേ സിനിമകൾ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പലതും ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ തോന്നി തുടങ്ങിയത് ഇപ്പോഴാണത്. നമ്മളൊരു കാർ ആദ്യം വാങ്ങുന്നത് തന്നെ, ഞാൻ ഇന്ദ്രൻസ് ഒരു സെറ്റിൽ നിന്ന് ജഗദീഷ് ശ്രീകുമാർ ഇന്ദ്രൻസൊക്കെ ഇങ്ങനെ കാർ വന്ന് കൊണ്ടുപോകണ ഒരു അർത്ഥ സെറ്റിലേക്ക് കാണുമ്പോൾ ഒരു കൊതി ഉണ്ടായിരുന്നു അന്ന്, ഇതുപോലെ എനിക്കും പോകണം എന്നൊക്കെ ഉള്ള. പക്ഷെ അങ്ങനെ അത് അല്ല, തിരിച്ചറിയാന്നുള്ളല്ല. ഇപ്പൊ ഇവിടെ ഒരു ദിവസം ഒരു 2 സീനെ വിളിച്ച് അടുത്ത സെറ്റിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു, അങ്ങനെ അവരെ കൊണ്ടുപോകുന്നു. അപ്പൊ എനിക്കും അങ്ങനെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ കാറ് വാങ്ങിയത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഒരു 3 പടം ഞാൻ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. 3 പടം ഒരു ദിവസം 3 പടം വരെ. അമ്പിളിച്ചേനൊക്കെ 6 പടമൊക്കെ ചെയ്തിട്ടുണ്ട്, ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കുറെ ആ കാലഘട്ടങ്ങളിൽ ചെയ്തു വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ നമുക്കൊരു ഡിഫറെന്റ്, പിന്നെ ഒന്നാമത്തെ കാര്യം ഈ താടി വെച്ചിട്ട് എല്ലാ ക്യാരക്ടറും ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല അതിന്റെ അല്ല അല്ല അടിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ വരണ്ടേ, നല്ലൊരു ക്യാരക്ടർ. വടിച്ച് ചെയ്തൊന്നും നല്ല ക്യാരക്ടറൈസ് നല്ലതെന്നല്ല, ഹിറ്റായില്ല, ശ്രദ്ധിച്ചില്ല.
ഈ അമ്പിളിച്ചേരനൊക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ അവർക്ക് നല്ല അപ്പിയറൻസ് ഉണ്ടാക്കാം. അത് പല ഇതും അതെ, ഈ കോമഡിക്ക് വേണ്ട കുറെ എക്സ്പ്രഷൻസ്. അത് എക്സ്പെക്ട് അല്ല, ഞാൻ പറഞ്ഞിപ്പോ ഒരു മീശയാണെങ്കിൽ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാം, ഒരു വിഗ് വരെ ഉണ്ടാക്കാം. നമ്മ എന്ത് ചെയ്താലും ശരി, ഈ താടി ഉള്ളിടത്തോളം ഇങ്ങനെ അതിനൊരു ഡിഫറൻസ് കിട്ടില്ല. അപ്പൊ അത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി ഇതായത് തന്നെ. അല്ല, അപ്പം ഈ പറഞ്ഞു തരാൻ ഇപ്പം സിദ്ദിഖ് ലാൽ സാറിന്റെ സിനിമയിലൂടെ അല്ലേ വന്നത്, അപ്പം അന്ന് അങ്ങനെ പറഞ്ഞു തരാനും ഗൈഡ് ചെയ്യാനും അങ്ങനെ അതെന്താ വെച്ചാല് അന്ന് നമ്മളിത് വടിച്ചാൽ കുഴപ്പമാകുന്നൊരു പേടി ഉണ്ടായിരുന്നു. നമ്മൾ അറിയുന്നത് ഈ രൂപത്തിലാണ്. പക്ഷെ അത് ആദ്യ കാലഘട്ടത്തിൽ വടിച്ചിരുന്നെങ്കിൽ ഓക്കെ. അല്ല, ഇപ്പൊ ഈ സിനിമകളുടെ കാര്യം പറയുമ്പോ അങ്ങനെ സിനിമകൾ എടുക്കാൻ പാടില്ലായിരുന്നു, അപ്പൊ അതൊന്നും പറഞ്ഞു തരാൻ ഒരു ഗോഡ് ഫാദർ എന്നുള്ള ഒരു രീതിയിലുള്ള അങ്ങനെയൊന്നും അങ്ങനൊന്നും ഞാൻ ആരും ചോദിച്ചിട്ടില്ല. നമ്മുടെ കൊതിയായിരുന്നല്ലോ അന്ന് കുറെ സിനിമകൾ ചെയ്യാന്നുള്ളത്. പക്ഷെ അതിൽ കുറെ നന്നായി എന്നുള്ള എന്റെ ഒരു ഭാഗ്യം. അയ്യോ, എത്രയോ എണ്ണം. പക്ഷേ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ആയിട്ടിരിക്കുമ്പോ എനിക്ക് ഒരു സിനിമയായിട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ല. എത്ര സിനിമകൾ, 100 സിനിമകളൊക്കെ ഞാൻ എങ്ങനെ കവർ ചെയ്യും. പക്ഷെ പിന്നെ നമുക്ക് അറിയാവുന്ന ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുണ്ടല്ലോ. ഇപ്പൊ എൻ്റെ മനസ്സിൽ വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പഞ്ചാബി ഹൗസിലെ മുതലാളി വിളി എനിക്ക് ഇവൻ ബദിരനും മൂങ്ങനുമാണ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും അശോകേട്ടൻ്റെ പല ഡയലോഗുകളും പിള്ളേരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അതെ, ഞാൻ അമേരിക്ക ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 9 വയസ്സുള്ള ഒരു കുട്ടി, അവിടെ മലയാളം സംസാരിക്കാന്ന് തന്നെ നമ്മൾ കേൾക്കണ്ട, കാരണം മലയാളം അറിയില്ല അവിടെ. 9 വയസ്സുള്ള ഒരു കുട്ടി പഞ്ചാബി ഹൗസിലെ ഫുൾ ഡയലോഗ് അറിയാം. ഞാൻ കിഡ്നിങ്ങി പോയി എന്നുള്ളതാണ്. ഗൾഫിൽ എൻ്റെ വിൽസൺ തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ മോള്, രാജുചേട്ടൻ്റെ മോള് പഞ്ചാബി ഹൗസ് ബൈഹാർട്ടാണ്. അവർക്ക് ഇത്രയും പ്രായമുണ്ട്. ഇത് 9 വയസ്സുള്ള കുട്ടി അമേരിക്കയിൽ ഗംഭീരമായിട്ട് എല്ലാ ഡയലോഗും, എൻ്റെ മാത്രമല്ല ആ സീക്വൻസ് ഡയലോഗ് വരെ കംപ്ലീറ്റ് ആയിരുന്നു. ആ കൊച്ചിന് ഒരു എന്തെങ്കിലും ഒരു കരച്ചില ബഹളം ഉണ്ടാക്കണമെങ്കിൽ ഈ കാസറ്റ് ഇട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു. അതെയോ? ചേട്ടനാണോ ആ കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? അല്ല, ആ പടം ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് ചെന്നപ്പോൾ എന്നോട് എൻ്റെ കൂടെ കുറേ ഫോട്ടോസ് എടുത്ത് എൻ്റെ ഒരു ഷോപ്പിങ്ങിനൊക്കെ വന്ന് എൻ്റെ കൂടെ, അവരുടെ അച്ഛനൊക്കെ നമ്മുടെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ പരിപാടി നടത്തിയിട്ടുള്ള അങ്ങനെ കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ന്യൂയോർക്കിലായിരുന്നു. കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇതുപോലെ എടുത്തു പറയാൻ പറ്റുന്ന ഈ ഫാൻസിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ കുട്ടിയെ പോലെ വേറെ ഒത്തിരി പേരുണ്ടാവും, പക്ഷെ ഇപ്പൊ ഈ കുട്ടിയെ എടുത്ത് പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു ഫാൻ എക്സ്പീരിയൻസ് അങ്ങനെ വല്ലതും പറയാനായിട്ടുണ്ടോ? എന്റെ പടം ഞാൻ അഭിനയിച്ചു തുടങ്ങിയ ഒരു സമയത്ത് ഗോഡ് ഫാദറിന്റെ സിനിമ കഴിഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാൻ ഹരിശ്രീയിലാണ്. അന്ന് ദിലീപ് ഉണ്ട് കൂടെ, കുറച്ച് ആർട്ടിസ്റ്റുകൾ വരെ, ജോർജ്, അങ്ങനെ കുറെ പേരുണ്ട്. കായംകുളത്ത് ഒരു പരിപാടി പള്ളിയിൽ ഞങ്ങൾ നേരത്തെ നിൽക്കണം. അവിടെയൊക്കെ ഒരു 8 മണിക്കാണുള്ള പരിപാടി കായംകുളത്ത് പള്ളിയിലൊക്കെ ആകുമ്പോൾ. ഞങ്ങളൊരു 5-5:30 മണിയായപ്പോൾ ഒരു പയ്യൻ അവിടെ ചെന്നപ്പോൾ ഒരു പയ്യൻ, ചേട്ടാ ഗോഡ് ഫാദറിൽ അഭിനയിച്ച ചേട്ടനല്ലേ? അതെ. ആ മുതലാളിയുമായിട്ട് തുപ്പി എന്ന് പറഞ്ഞു. ആ ചേട്ടാ ഒന്ന് എൻ്റെ വീട് വരെ ഒന്ന് വരണേ. ഞാൻ പിന്നെ എവിടെ? ഇവിടെ അതെ ആ കാണുന്നത്. അപ്പൊ ഞാൻ ഞാൻ ഇല്ല പിന്നെ ഞാൻ അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല, പടം കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ മെല്ലെ വരെ ചമ്മലാണ്. ചേട്ടാ എല്ലാവർക്കും ഭയങ്കര, വീട്ടിലെല്ലാവർക്കും ചേച്ചിക്കും അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദിലീപ് പാടാ ഇത്ര ചേട്ടൻ പോയിട്ട് വന്നു. അപ്പൊ കുറുമശ്ശേരിയിലുള്ള രമേശും ജോർജും തന്നെ എൻ്റെ ഫ്രണ്ടും, ഞങ്ങൾ 2-3 പേരും കൂടി പോയി. ഞങ്ങൾ ചെന്നു. ഇവിടുന്ന് കുറച്ച് എടാ മോനെ അടുത്താന്നൊരു കുറച്ച് ഇല്ലട്ടാ, അതേ ഈ തടിപ്പാലം, ചെറിയ തോട് തടിപ്പാലം കയറി അപ്പുറത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങാട് പോയി, കുറച്ച് ഇങ്ങാട് പോയി വേലിക്ക് ചെന്നപ്പോൾ ഈ ചക്കൻ വേലിയുടെ അകത്തേക്ക് ഓടി. അപ്പൊ വേലിയുടെ അകത്ത് കയറി സ്റ്റെപ്പ് കയറിയിട്ട് വീടിന്റെ പറഞ്ഞ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ ഓടി കയറി. അപ്പൊ അവിടെ ഒരാൾ ഇങ്ങനെ കാലക്കത്തിൽ മുണ്ടെടുത്ത ഒരാളെങ്കിലും കൊച്ചാപ്പ എന്നാണ് വിളിച്ചത് പയ്യൻ. ഞങ്ങൾ ഈ വേലിയുടെ നോക്കുമ്പോ എത്തി നോക്കി, ഉടനെ കൊച്ചാപ്പൻ ആരാത്? അപ്പൊ നമ്മൾ കിടുങ്ങി. അപ്പൊ ചെക്കനകത്തുനിന്ന് കൊച്ചാപ്പ അത് ഗോഡ് ഫാദർ. ഏത് ഗോഡ് ഫാദർ? ഗോഡ് ഫാദറിൽ അഭിനയിച്ചില്ലേ ഹരിശ്രീ അശോകൻ? ഏത് ഹരിശ്രീ അശോകൻ? ഇയാള് തിരുമൊന്നും കാണൂല. മുതലാളി വയറ്റ് തുപ്പിയത് ആര് വയറ്റിപ്പോ? ആരുടെ വയറ്റുപ്പി? നോക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ അമ്മ ഒക്കെ കൂടി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി അവർ ചിരിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഓടി. കാരണം ഇയാൾക്ക് വെള്ളമാണ്, വലിയ ആളെ ഇറങ്ങി വന്നല്ല, അല്ലായിട്ടില്ല. ഓടി ഞങ്ങള് ഈ തടിപ്പാലൊക്കെ എങ്ങനെ തിരിച്ചു വന്നു എനിക്കറിയാൻ വെള്ളം. നേരെ സ്റ്റേജിൽ വന്നു. അന്ന് ഇത് ദിലീപ് ഞങ്ങൾക്ക് കൂട്ട ചിരിയായിരുന്നു. ആ ചിരി ഇങ്ങനെ കിടപ്പുണ്ട് മനസ്സിൽ. പ്രോഗ്രാം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ ഒരു ഐറ്റം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ ഈ ആള് കൊച്ചാപ്പൻ ഫ്രണ്ടിൽ ഇവനല്ലേ മറ്റേ വായറ്റുപ്പി എന്ന് പറഞ്ഞു വന്നത്. അപ്പൊ ഞങ്ങളൊരു ചിരി തുടങ്ങി. ഐറ്റം കളിക്കാനും പറ്റില്ല,
ഈ ചിരി ഞങ്ങൾക്കല്ലാതെ ഓഡിയൻസിന് മനസ്സിലായിട്ടില്ല ഇത് എന്തിനു ഇവർ ചിരിക്കില്ല എന്നുള്ളത്. ഞായറ്റം കളിക്കുമ്പോഴൊക്കെ ചിരി എല്ലാവർക്കും, ഇയാളെ അടുത്ത് മാറ്റാൻ പറയാൻ പറ്റും. അങ്ങനെ പിന്നെ ആ വശത്തേക്ക് നോക്കാതെ അന്ന് പ്രോഗ്രാം കളിച്ചു. ഈ പ്രോഗ്രാംസ്, ഈ സ്റ്റേജ് ഷോസ്, മിമിക്രിയൊക്കെ ആയിട്ട് പല രാജ്യങ്ങൾ പോയിട്ടുണ്ടാവല്ലോ. അപ്പൊ ഈ പഞ്ചാബി ഹൗസിനകത്ത് ചോർ ചോർ, അതെ, ഞാൻ ചപ്പാത്തി തന്നെയല്ലോ, ചോറാണ് കഴിക്കാറ്. അപ്പം ഹിന്ദി അറിയാൻ വയ്യാതെ കഷ്ടപ്പെടുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ഈ ഭാഷ അറിയാൻ വയ്യാതെ എവിടെയെങ്കിലുമൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഭാഷ അറിയാൻ പാടില്ലാതെ ജീവിക്കുന്ന ലോകത്ത് ഒരു വിഭാഗമുള്ളൂ മലയാളികൾ. ഒരു ഭാഷ അറിയേണ്ട ആവശ്യമില്ല, അവരെങ്ങനെയാലും ജീവിച്ചോളും. അത് മലയാളിക്ക് മാത്രമേ പറ്റുള്ളൂ. അത് കയ്യും കാലം കാട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ജീവിക്കാൻ പറ്റും. ഞങ്ങൾ ദുബായി പോയപ്പോ മണി, ഞാൻ, നാദിഷ, ദിലീപ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അവിടെ ചെന്ന് എമിഗ്രേഷനോടെ ക്യൂ നിൽക്കുകയാണ്. ഞാൻ ആരെങ്കിലൊക്കെ മുമ്പിലുണ്ട്, എനിക്കൊരു ധൈര്യം, കാരണം ഇവരെന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും മനസ്സിലാവില്ല, അറബിയല്ലേ. അപ്പൊ ഓരോരുത്തർ ചോദിക്കുന്നത് നാദിഷ ആരനെ പിടിച്ച് മാറ്റി നിർത്തി, ഇവിടെയൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. ഉടനെ മണി എന്നിട്ട് മണിയുടെ എന്ത് ചോദിച്ചു, ആ മണി ഇവരാകെ ശാസ്ത്രപത്ര അടിച്ചു കൊടുത്തു, എമിഗ്രേഷൻ അടിച്ചു കൊടുത്തു പോയി. ഇവരെന്തോ പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലായില്ല. അവർ ഇമിഗ്രേഷൻ അപ്പൊ തന്നെ സീൽ ചെയ്ത് കൊടുത്താൽ പോയി. അപ്പൊ അത് മലയാളിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്താ അവൻ എങ്ങും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു, ഇവന് ഭാഷ ഒന്നും അറിയില്ല. ചോദിക്കാനായിട്ട് ഇവർക്ക് അവർ ഈ പറഞ്ഞത് ആ കാലഘട്ടത്തിലൊക്കെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവരെന്താ ചോദിച്ചാലും എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയാൽ മതിയാകും. അതായിരിക്കും ചിലപ്പോ പറഞ്ഞത് ശരിയാവാം, ചിലപ്പോ അയാൾക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. എന്താ സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും എനിക്ക് അജ്ഞാതമാണ്. എനിക്ക് ഈ സ്റ്റേജ് ഷോസ് ചെയ്ത്, എസ്പെഷ്യലി മിമിക്രി, കോമഡി സ്റ്റേജ് ഷോസ് പല പല രാജ്യങ്ങളിൽ പല പല സ്റ്റേജസിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളോട് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെ എക്സ്പീരിയൻസസ് എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പീരിയൻസിന്റെ ശേഖരം എന്ന് പറയുന്നത് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ വേറെ ആർക്കും ഇല്ലാത്ത ഒരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മലയാളത്തിലെ കലകൾ, മീൻ ഒരുപാട് കലകളുണ്ട് ഇല്ലേ? കേരളത്തിലെ ഒരുപാട് കലകളിൽ കലയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പലരും പറഞ്ഞൊരു സംഭവമാണ് മിമിക്രി. മിമിക്രിതായിട്ടുള്ളൊരു കലയുണ്ട് അതിൽ. അതിൻ്റെ ഒരു പരിശ്രമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഒരാളെ ചിരിപ്പിക്കാൻ ഇപ്പൊ ഓട്ടം തുള്ളലിലും ചാക്യാർകൂത്തിനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടിയായിട്ട് ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് മിമിക്രി എന്ന് പറയുന്നത്. തമാശ എന്ന് പറയുന്ന സാധനം അതറിയാന്ന്, അത് അംഗീകരിക്കാത്ത പല വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. വലിയ വലിയ ആൾക്കാരുകൾ പറഞ്ഞിട്ടുണ്ട് മിമിക്രി കലയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന്. അത് പറഞ്ഞില്ല, ഏത് കലയും അതിൻ്റെതായ രീതിയിൽ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇന്നും കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഒരൊറ്റ കലാകാരൻ മിമിക്രി കളിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളിപ്പോ കണ്ണൂർ പോയി പ്രോഗ്രാം നടത്തി, ഒരു ഐറ്റം കളിച്ച് അവിടുത്തെ ഭാഷ അങ്ങാടി ചാടി ഇങ്ങാട് പോയി ആണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞല്ലേ, അവിടെ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അടുത്ത ഐറ്റം ഇട്ട് കൊടുക്കുകയാണ്. അത് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. അതിന് ചിരിച്ച അമ്മ പറയും ഇനി ഇങ്ങനെയുള്ള ഐറ്റം മതി, ഇത് മതി ഇട്ടാന്ന് പറയും. അപ്പൊ തന്നെ ഐറ്റംസ് മാറ്റും. അത് അങ്ങനെയാണ് ഓഡിയൻസ്. ഇപ്പൊ ഒരു പടത്തിന് റാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന പടത്തിന്റെ ആദ്യത്തെ പേര് നൊമ്പരങ്ങൾക്ക് സുല്ല് എന്നായിരുന്നു. സുല്ല് എന്ന് പറയുന്ന വാക്ക് എല്ലാവർക്കും അറിയില്ല കേരളത്തില്. നമ്മുടെ കേരളത്തിൽ ഈ എറണാകുളത്ത് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഒരു റാംജി റാവ് സ്പീക്കിംഗ് പിന്നെ ആയി വന്നാണത്. അപ്പൊ ആ സുല്ല് ഇടണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം ഈ മിമിക്രിക്കാരായ സിദ്ദിഖ് ലാലിന്റെ ബുദ്ധിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പലതും അറിയാവുന്ന ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഒരു കലാകാരൻ ശരിക്ക് മിമിക്രിക്കാരും അല്ല, വേറെ ആരുമില്ല. അത് സത്യമാണ്. എന്ന് വെച്ചാല് ഏറ്റവും സാധാരണക്കാരുടെ വരെ ലെവല് അറിയാവുന്ന, എന്ന് വെച്ചാൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ആയിട്ടുള്ള എല്ലാ ലെവലുകളും ഒരുപോലെ മനസ്സിലാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളാണ് ഈ മിമിക്രിക്കാരെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ പക്ഷേ മിമിക്രി എന്തോ എനിക്കൊരു എല്ലാം മോശം എന്ന് പറയാൻ അല്ല എല്ലാം മോശം. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് ഒരു എതിരഭിപ്രായം ഉള്ളത്, ഈ ഡബിൾ മീനിങ് ഒത്തിരി കൂടുതലായിട്ട് വരുന്നത് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ വെച്ചിട്ട്, രമണൻ തന്നെ ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ഷോ ചെയ്തിട്ട് പല സ്ഥലത്തും ചിരിക്കാൻ നല്ല ചിരി ഇരിച്ചിട്ടായി പറഞ്ഞത്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഇന്നാളുടെ പരിപാടി ഉണ്ടായിരുന്നു ഭയങ്കര ചിരി. അപ്പൊ നമ്മളത് എന്താ അങ്ങനെ പറ്റിയത്, നമ്മൾ ചെയ്യുന്ന സ്റ്റേജിലൊക്കെ ചിരിക്കുന്നുണ്ട്, പിന്നെ എന്തായാലും അങ്ങനെ ഒന്ന് പറഞ്ഞ ആ പരിപാടി ആരുടെ പരിപാടിയായിരുന്നു അവിടെ ഹിറ്റായി എന്നുള്ളത് ഞാൻ അന്വേഷിച്ചു. കംപ്ലീറ്റ് തെറിയാ, ഡബിൾ മീനിങ് ഇട്ടാണ് പറയുന്നത്. അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്, അമ്പലപ്പറമ്പുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അത് ഒരു ഏരിയക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ വരെ ഉണ്ട് ഇപ്പോഴും. ചില ഏരിയയിൽ അങ്ങനെ പറഞ്ഞാലും ഇഷ്ടപ്പെടുള്ളൂ. പക്ഷെ നമുക്കത് അങ്ങനെ വേണം, കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമാണത്. അത് ആസ്വദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഒരാൾക്ക് മാത്രമായിട്ട് നേരത്തെ പറഞ്ഞില്ലേ
ഗാനമേള നടക്കാൻ നേരത്ത് ലിസ്റ്റ് എഴുതി കൊടുക്കും, ഈ പാട്ട് സ്റ്റേജിൽ കൊണ്ടുവരും. ബൈജു ബാബറിലെ ഭഗവാൻ ഒന്നിന്റെ പാട്ട് പാടണം, അത് അയാളുടെ മാത്രം ആഗ്രഹമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഭഗവാൻ എന്നുള്ള പാട്ട് പാടിയ പ്രോഗ്രാം ആ കംപ്ലീറ്റ് ഗാനം തകർന്നു പോകും. നല്ല പാട്ടാണത്. അപ്പൊ ഒരാളുടെ മാത്രം ഇഷ്ടം നോക്കിയിട്ട് നമുക്കൊന്നും നടത്താൻ പറ്റില്ല. കോമൺ ആയിട്ട് നമ്മൾ എടുക്കുക, അതിൽ അല്പം ഡബിൾ മീനിങ്ങും വേണം, എല്ലാം വേണം അതിന്റെ അകത്ത്. പക്ഷെ പണ്ട് അങ്ങനെ ഒന്നുമില്ല, ഡബിൾ മീനിങ്ങേ ഇല്ല. ഇന്ന് വേറെ കാര്യം പറഞ്ഞുതരാം. ഈ സിദ്ദിഖ് ലാലിന്റെ കൂടെ ഇപ്പൊ ഞാൻ ഇവിടെ പോയതാണ്, നമ്മുടെ അമേരിക്കയിൽ ഇപ്പൊ പോയിട്ട് വന്നോളൂ. ഞാൻ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു ഇങ്ങനെ കുറച്ച് സാധനം സമ്മതിച്ചില്ല അവര്, നമുക്കല്ലാതുള്ള ചിരി മതി എന്ന് പറഞ്ഞു. അതിന് നിർബന്ധമായിട്ട് അവർ പറഞ്ഞു അങ്ങനെയുള്ളൊരു സംഭവമേ നമുക്ക് വേണം. സ്റ്റേജ് ഭയങ്കര ചിരി ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അമേരിക്കയിൽ ഭയങ്കര ഇഷ്ടമായി ഡബിൾ മീനിങ്. ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ പ്രോഗ്രാമിന് ചെന്നത്, ഞാൻ ദിലീപ് അല്ല, ഞാൻ നാദിഷ്ട മണി, ഞങ്ങൾ മൂന്നുപേരും നയിക്കുന്ന ഒരു പരിപാടി. ചെന്ന ഒരു സ്ഥലത്ത് ചെന്ന് പറഞ്ഞ് ഞങ്ങളുടെ എന്താണ് പിതാവല്ലല്ല പിതാവ് വരുന്നുണ്ട്. അപ്പൊ തിരുമേനി, ഞങ്ങൾ തിരുമേനി പള്ളിക്കാർ നടത്തുന്ന തിരുമേനി വരുന്നുണ്ട്. അപ്പൊ അശ്ലീലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയേക്കണം. അപ്പൊ നമ്മൾ കുറച്ച് അശ്ലീലം ഉണ്ടല്ലടാ, ഡബിൾ മീനിങ് കുറച്ചുണ്ട്, പറഞ്ഞേക്കല്ലേട്ടാ അതൊന്നും പറഞ്ഞിട്ട്. മണി പറഞ്ഞ് എന്ത് ചെയ്യണം ചേട്ടാ, നമുക്ക് പറയാം വന്നടുത്ത് വെച്ച് കാണാം, ഇനി വേണ്ടി അത് മാറ്റാൻ റിഹേഴ്സൽ ഇടാൻ പറ്റുമോ? ഇത്രയും കളി കഴിഞ്ഞ് എല്ലാ പരിപാടിയും ഭയങ്കര ഹിറ്റായിട്ട് കേടും. നാശൻ പറഞ്ഞേടാ നമുക്ക് കളിക്കാം കുഴപ്പമില്ലെന്ന്. ഞങ്ങളിവിടെ കളിച്ചു, കുഴപ്പം ഞാൻ വെച്ച് തട്ട് കിട്ടുന്നു, ഭയങ്കര ചിരിയായിരുന്നു. ഈ തിരുമേനി അടക്കം ചിരിച്ചു. തിരുമേനിക്ക് ഞങ്ങളെ കാണണം. അപ്പൊ ദൈവമേ പണിയായി. തിരുമേനി ഗ്രീൻ റൂമിൽ വന്നു. ഈ പറഞ്ഞ ആൾക്കാർ സംഘാടകരുണ്ടട്ടെ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, തിരുമേനി ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ഡബിൾ മീനിങ് പാടില്ല എന്ന് പറഞ്ഞ ആള്, ഇതൊക്കെ എല്ലാരും ആസ്വദിക്കുന്നതാണ്, നമ്മ പച്ചയ തെറി പറയാതിരുന്നാ മതി. അല്പം ഡബിൾ മീനിങ് ഒക്കെ വേണ്ടതാണ്, എന്നാലും ഒരു രസം ഉണ്ടാവും. അല്ല ഈ അത് മാത്രമേ അവരുന്നുള്ളൂ. ശരിയാണ്. ഇതുപോലത്തെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇപ്പം തിരുമേനിയുടെ അടുക്ക് ചെന്ന് പെട്ടു എന്ന് വിചാരിച്ചു, പക്ഷെ ഭാഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതുപോലത്തെ ചില കഥാപാത്രങ്ങളെ വന്ന് പെട്ടിട്ടുണ്ടോ ശരിക്കും? അയ്യോ പെട്ടുപോയല്ലോ ഈ ഒരു ആളുകള് ഫാൻസായിട്ട് വരുന്നതായിരിക്കും. പക്ഷെ ചില ആൾക്കാര് അങ്ങ് പ്രശ്നമാകും, അല്ലെങ്കിൽ ഇവര് നമ്മുടെ കൂടെ അങ്ങ് കൂടുവോ, അല്ലെങ്കിൽ എന്നെ കൂടെ ബിബിക്രിയില് കയറ്റുവോ, അങ്ങനെ വന്ന് ചിലപ്പോ ഏണി എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് പേരുണ്ട്, പല ടൈപ്പ് പല ആൾക്കാർ. നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കില്ല ചില സമയത്ത്. നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ചെന്ന് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുത്ത് ആയിക്കോട്ടെ ഇവിടുന്ന്, പിന്നെ ഒരാൾ ഫോട്ടോ എടുത്ത്, അപ്പൊ നമ്മളെ മെയിനായിട്ട് ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടാവും. മാറിക്കട്ടെ എന്നിട്ട് പിന്നെ അങ്ങനെ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പൊ പുള്ളി ഏറ്റെടുക്കും. അത് കഴിഞ്ഞ ആഴ്ചയിൽ പിന്നെ ആളും കണ്ടുപിടിക്കും. ഒരു സംഭവം നമ്മളെ കൊണ്ട് പറയിപ്പിക്കില്ല. നമ്മൾ പറഞ്ഞു കാപ്പ് പിടിച്ചിട്ട് കപ്പ ഒഴുകിയത് അപ്പൊ അയാൾ പറയും കപ്പ ഒഴുകിയത് ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ വേറൊരാൾ പറഞ്ഞു ഇത്തിരി മുളകും കൂടി അത് മുളകുണ്ടായിരുന്നു ഗംഭീരമായിരുന്നു കേട്ടാ. പക്ഷെ വേറൊരാൾ ചോദിക്കും അപ്പൊ ഉപ്പിത്തിരി കുറവായിരുന്നു, ഉപ്പിത്തിരി കുറവ്. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്ത, എന്തിനു വേണ്ടി ജീവിക്കുന്നത് പോലും അറിയാൻ പാടില്ലാത്ത ചില ആൾക്കാർ, അവന്മാരൊക്കെ വന്നാൽ ഭയങ്കര പണിയാണ്. ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അറബിയുടെ വേഷം കെട്ടിയിട്ട് പണ്ട് ഗൾഫിൽ ഒരാൾ വരും, എയർപോർട്ട് തുടങ്ങി ബൊക്ക വരാനുണ്ടാവും അയാള്. ഞാൻ നമ്മുടെ ജയേട്ടൻ ഒടിയുണ്ണികൃഷ്ണൻ, സായികുമാർ, NG സോമൻ സാറ്, ഇങ്ങനെ ഒരു 10-20 ആർട്ടിസ്റ്റുകളായിട്ട് പണ്ട് 95 ഞാൻ ഗൾഫിൽ ആദ്യം പോവാണ്, അല്ല രണ്ടാമത് പോവാണ് ഗൾഫിൽ. അപ്പൊ അവിടെ എയർപോർട്ടിൽ ഒരു അറബി, പൊക്കം കുറഞ്ഞൊരു അറബി, ഒരു കുള്ളൻ അറബി. ഞാൻ അങ്ങനത്തെ ഒരു അറബിനെ കണ്ടിട്ടില്ല. അല്ല അറബി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരു ബൊക്കയെ കൊണ്ടും തന്നെ കൂട്ടത്തിൽ ഇയാൾ ബൊക്കൊക്കെ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ അസിസ്റ്റന്റ് അറബി. അയാൾ വന്നു. അവസരം നമ്മുടെ വണ്ടിയിൽ പല വണ്ടികളിൽ ആൾ കയറി പോകുന്നു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് എന്താ വേണ്ട പറയണേ, മലയാളി എന്ന് മനസ്സിലാക്കി എന്താ വേണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. അറബിയുടെ വേഷം കെട്ടിട്ട് മലയാളി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഓരോ വീട്ടിലും ഓരോ ദിവസം ഡിന്നർ അങ്ങനെ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇയാൾ വന്നിട്ട്, അപ്പൊ ജയേട്ടനൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇയാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ മമ്മൂട്ടിയുടെ പരിപാടി വന്നു. അപ്പൊ ജയേട്ടൻ ഇങ്ങനെ നോക്കി. ജയേട്ടൻ മമ്മൂട്ടിയുടെ പരിപാടി വന്നിട്ട്, മമ്മൂട്ടി കുറെ കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി വന്നിട്ട് ഇങ്ങനെ കൈ അടിച്ചിട്ട് ഇങ്ങനെ അവിടെ പോലെ ഒന്നും കാണിച്ചൊന്നുമില്ല ഇവിടെ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജയേട്ടൻ ചൂടാണുണ്ട്. ജയേട്ടൻ ഇങ്ങോട്ട് പിടിച്ചവനെ ഇങ്ങോട്ട്, ആരാ മമ്മൂട്ടി പറയാനുള്ള വോയിസ് ഉണ്ടാ, ആരാന്നറിയാം ഇവിടെ മമ്മൂട്ടി, ഭരത് മമ്മൂട്ടിയാണ് നിനക്ക്. ചോളം കൊണ്ട് ചൂടായിട്ട് പിന്നെ പരിപാടി തീർന്നവർ ഇയാളെ കണ്ടിട്ടില്ല. ഫ്ലൈറ്റ് തിരിച്ചു വന്നവർ ഇയാളെ കണ്ടിട്ടില്ല. ജയേട്ടൻ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇതായി. സത്യമാണ് പറഞ്ഞത്. ഇവനെന്ത് യോഗ്യതയുണ്ട് മമ്മൂട്ടി എന്ന് പറയാനായിട്ട്? ഞങ്ങൊരു മമ്മൂക്കാന്ന് വിളിക്കണം. ഒരു പരിചയമില്ലാത്തവരുടെ അറബികളുടെ പൊക്കെ എടുത്ത് കൊടുക്കാൻ നിൽക്കണവൻ മമ്മൂട്ടി എന്ന്. ജേട്ടൻ അതാണ് ഒരു ഞാൻ പറഞ്ഞത്.
കലാകാരന്മാരുള്ള സ്നേഹം മറ്റുള്ളവർ എങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഇതൊക്കെ വെറും അബദ്ധങ്ങളായിട്ട്, അബദ്ധത്തിൽ ജനിച്ചവനും അബദ്ധത്തിൽ ചെന്ന് പെട്ടവനും അബദ്ധത്തിൽ ചെന്ന് ചാടുന്നവനുമാണ്. അബദ്ധ അറബി എന്ന് പറയുന്ന ആൾക്കാരാണ്. അല്ല, അശോകേട്ടന് ദേഷ്യം വരാറുണ്ടോ? എനിക്ക് ദേഷ്യം വരും. അതെയോ? നമ്മൾ എനിക്ക് ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ആര് പറഞ്ഞാലും ചെയ്താലും ഞാൻ അതിനെ പ്രതികരിക്കും. ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ ദേഷ്യപ്പെട്ടത് എന്തിനാ? ഓർമ്മയുള്ള അങ്ങനെയൊന്നുമില്ല. അതിനൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. ദേഷ്യപ്പെട്ടതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. ഞാൻ എത്ര പ്രാവശ്യം ദേഷ്യപ്പെടുന്നല്ലേ. ഏറ്റവും അവസാനമായിട്ട് കഴിച്ചെന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അതിങ്ങനെ കഴിച്ചു പോകും. അശോകേട്ടന് എത്ര വയസ്സായി? എനിക്കതിനെ വയസ്സൊന്നും ആയിട്ടില്ല. പിന്നെന്താ? അല്ല, അങ്ങനല്ല, അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊന്നും ചെയ്യാറില്ലല്ലോ. അശോകേട്ടന് പക്ഷെ കണ്ടാ ഇപ്പോഴും പ്രായം തോന്നത്തില്ല കേട്ടോ. ഡൈ അടിക്കാറുണ്ടോ? ഡൈ അടിക്കാറുണ്ട്. ശരിക്കും ഈവൻ സ്കിന്നും അതും ഇതൊക്കെ ആണെങ്കിലും ചില ആർട്ടിസ്റ്റുകൾ നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് പറയാണ്, അടുത്ത് വന്നിരുന്നപ്പോഴും പ്രായം തോന്നാത്ത ഒരു സ്റ്റാർ സത്യം പറഞ്ഞ അശോകേട്ടൻ. ഇന്നാള് ഈ വെള്ളി നക്ഷത്രത്തിൽ നിന്ന് ഒറ്റ ചോദ്യം എന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ ഒരു ചോദ്യം എന്നോട് വെച്ച്, പ്രായം കൂടുന്തോറും പ്രായം ആകാത്ത രണ്ടുപേര് മലയാള സിനിമയിലുണ്ട്. അതൊന്നും മമ്മൂട്ടിയും, പുള്ളി പറഞ്ഞാണ് എന്നോട്, മമ്മൂട്ടിയും. അപ്പൊ ഞാൻ മമ്മൂക്ക, അതെ മമ്മൂക്കയും ഹരിശ്രീ അശോകനാണ്. എന്താ ഇതിന്റെ രഹസ്യം എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തൊരു മറുപടി, അതൊരിക്കൽ ഞാൻ മമ്മൂക്കൊക്കെ പറഞ്ഞു കൊടുത്തു, ഇനി ഞാൻ പറഞ്ഞു തരില്ല. മമ്മൂക്കത് വായിച്ചു, കലക്കിട്ട. ഇപ്പോ എല്ലാ നടന്മാരാണേലും അവരെല്ലാവരും ആരാധിക്കുന്ന ഏതെങ്കിലും നടന്മാരോ പെർഫോമൻസ് ആർട്ടിസ്റ്റുകളോ കൊമേഡിയൻസോ അവരൊക്കെ കാണുമല്ലോ. അശോകേട്ടനോട് അങ്ങനെ ഒരു അശോകേട്ടൻ നോക്കിക്കാണുന്ന ഒരു, അല്ലെങ്കിൽ അശോകേട്ടൻ്റെ ഒരു ഫേവറേറ്റ് നടൻ എന്ന് പറഞ്ഞു ചോദിച്ചാൽ ആരുടെ പേര് പറയും? എനിക്ക് കോമഡിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, കോമഡി എന്നല്ല ഇതിൽ എനിക്ക് ഇഷ്ടം ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഗംഭീര നടൻ തന്നെയാണ്. പിന്നെ മലയാളത്തിൽ എല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്പാണ്. നമുക്ക് ഒരാളെയും എടുത്ത് പറയാൻ പറ്റാത്ത, ഇപ്പൊ മമ്മൂക്ക, മോഹൻലാല്, സുരേഷ് ഏട്ടൻ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. പലർക്കും പല ക്വാളിറ്റികളാണ്. അഭിനയത്തിലാണെങ്കിലും അവരുടെ ഫ്യൂച്ചറിലാണെങ്കിലും ഒക്കെ ഭയങ്കര ഇതുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അമാനുഷികമായിട്ടുള്ള വേഷങ്ങൾ വരെ ചെയ്തു കഴിഞ്ഞവര്. അതുകൊണ്ട് നമുക്ക് അവരൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴുള്ളതിൽ എനിക്ക് കുറച്ചും കൂടി ദിലീപ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് ടൈപ്പും ഒരു ഭയങ്കരമായിട്ട് സിനിമയിൽ പരീക്ഷണം നടത്തിയിട്ടുള്ള പല വേഷങ്ങളും പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്. പൃഥ്വിരാജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഫഹദ്, ദുൽഖർ, അങ്ങനെ ഇപ്പോൾ നിൽക്കുന്ന ജനറേഷനിൽ ആരും മോശമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും വളരെ ഡിഫറെൻ്റ് ആയിട്ട്. ഇപ്പോൾ നമ്മുടെ പ്രേമത്തില് ആ ഒരു എല്ലാവരും തന്നെ ഗംഭീരമായിട്ട് അഭിനയിച്ച ആൾക്കാർ. അശോകേട്ടൻ സിനിമയൊക്കെ ഇപ്പോഴും നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണോ? ഓ, ഞാൻ കാണും. ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്താ കണ്ടേ? ഞാൻ ഉണ്ടായില്ല, സിംഗപ്പൂര്. ഞാൻ 8 ദിവസം അവിടെ ആയിരുന്നു. അത് വന്നിട്ട് ഞാനൊന്നും കയറിയിട്ടില്ല. കാരണം ഇപ്പൊ ഈ ഷോയുടെ റിഹേഴ്സലിന് കയറിയിട്ടുണ്ട്. ഫൈമൻ ആർമിക്ക് കയറിക്കൊണ്ട് പോണം. ഇനിയിപ്പോ സമയം ഉണ്ടാക്കിയിട്ട് വൈഫും ഞാനും കൂടി സിനിമയ്ക്ക് ഇറങ്ങി. ഇപ്പൊ ഇത് നല്ല പടം ഒന്നുണ്ട്, മറ്റേ പൃഥ്വിരാജിന്റെ പടം നല്ല അഭിപ്രായം പറയുന്നത് കണ്ടിട്ടില്ല, എല്ലാരും പറയുന്നു വളരെ നല്ല ഫിലിമാണ് അത് കാണും. പിന്നെ വിനീതിന്റെ പടം, അത് കുഞ്ഞിരാമായണം, അതെന്തായാലും ഞാൻ കാണും. കാരണം എനിക്ക് ഭയങ്കര എന്താണ് അഭിനയത്തിലും സ്ക്രിപ്റ്റിങ്ങിലും വളരെ ഒതുങ്ങി നിൽക്കുന്ന, ശ്രീനേട്ടനെ പോലെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു. ഈ കുഞ്ഞിരാമായണം കാണുകയാണെങ്കിൽ ശരിക്കും ശ്രീനിവാസൻ സർ ആണോ അഭിനയിക്കുന്നത് നമുക്ക് തോന്നും. വിനീത് ശ്രീനിവാസൻ മീശയൊക്കെ വെച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഏകദേശം ആ ഒരു കട്ടുണ്ട് കേട്ടോ, അതുപോലെ തന്നെയുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് അശോകേട്ടനും മോനുമായിട്ട് അഭിനയിച്ചില്ലായിരുന്നോ അർജുൻ? ഇനി വരുന്നില്ലേ സിനിമയിലോട്ടൊന്നും? ഇനി വരുന്നില്ലെന്ന് ഞാൻ ചോദിക്കാനാ. അവന് താല്പര്യമുണ്ട്. ഇപ്പൊ അവനിങ്ങനെ ബെഗ് ചെയ്തിട്ടിരിക്കുകയാണ് വേഷങ്ങൾ. അശോകേട്ടനൊന്ന് ഒരു കോളൊക്കെ വിളിച്ച തിരുവനന്തപുരത്തേക്ക്. ഇല്ലില്ല, ഞാൻ പറഞ്ഞു, പലരോടും പറഞ്ഞപ്പോ അവരൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ മോനായതുകൊണ്ട് പറഞ്ഞല്ലോ നന്നായിട്ട് അഭിനയിക്കും. നന്നായിട്ട് അഭിനയിക്കുന്ന പറഞ്ഞാലേ ഞാൻ അവന്റെ അച്ഛനായിട്ട് തന്നെ ഞാൻ അഭിനയിച്ചത് ഒരു പടത്തില്. അപ്പൊ അവനെ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ നന്നായിട്ട് ചെയ്തു. ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോ പല സംഭവങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനിപ്പം പലർക്കും അറിയാം, എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ജോണി ആന്റണി, സിബി, ഉദയൻ, അവരൊക്കെ നമ്മളുടെ ഒരു കോമഡി ഫ്ലെയർ ഉണ്ടോ? ഫ്ലെയർ ഉണ്ടോന്ന് വെച്ചാൽ ഒരു ദിവസം ചെറുപ്പത്തിൽ ഇവൻ ചെറുപ്പമാണ്. അപ്പൊ ഒരു ദിവസം ഞാനും എൻ്റെ അമ്മയും വൈഫും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഔട്ടിങ്ങിന് പോയിട്ട് ഒരു 7-7:30 മണി അപ്പൊ ഇങ്ങനെ വരുമ്പോ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ, നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവിടെ വന്നപ്പോ നല്ല മഴ, വഴി ബ്ലോക്കായി, വണ്ടി ഇങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്.
ആ മഴയത്ത് രണ്ടുപേര് സ്റ്റേഡിയത്തിന് മുമ്പിൽ കിടന്നിട്ട് ഇടി വീഴുന്നു. അപ്പൊ എൻ്റെ അമ്മക്ക് ടെൻഷനായിട്ട് അമ്മ വണ്ടിയിലെന്ന് പറഞ്ഞു, അയ്യോ ആരുമില്ല ഒന്ന് പിടിച്ചു മാറ്റാനായിട്ട്, അത് കണ്ടില്ലേ മഴയത്തിരുന്ന് രണ്ടും കൂടി ഇടി വീഴുന്ന കണ്ടില്ലേ എന്ന് തന്നെ എൻ്റെ മകൻ പറഞ്ഞ്, അച്ഛാമ്മയെ പേടിക്കേണ്ട ആവശ്യമില്ല, ഇന്ന് ടി വിയിലുണ്ടായിരുന്നു ഇടിയോടുകൂടി മഴ ഉണ്ടായിരുന്നു. ഞാൻ അവന് കൊറ കൈ, അത് കൊള്ളാം സംഭവം. മമ്മൂക്കടുത്ത് ഞാൻ പറഞ്ഞു, മമ്മൂക്ക് പറഞ്ഞു അവിടെ ഇടിയോടുകൂടി മഴ അവിടെ ഉണ്ടാ. എത്ര വയസ്സുണ്ട് ആ ഒരു സമയത്ത്? ആ സമയത്ത് 6ൽ പഠിക്കുകയാണ്. ആ ടൈമിൽ അങ്ങനെ ചിന്തിച്ച നല്ല കൗണ്ടർ, അടിപൊളിയാ, സമ്മതിച്ചു കൊടുക്കണം. മോള് നന്നായിട്ട് പാടും, നന്നായി ഡാൻസ് ചെയ്യും. അവള് 17 വർഷത്തോളം ഡാൻസ് പഠിച്ചു. എന്താ ക്ലാസിക്കൽ? ഭരതനാട്യം ക്ലാസിക്കല്. പിന്നെ ലാസ്റ്റ് ടൈമിൽ കുച്ചിപ്പുടി പഠിച്ചു. ഇനിയിപ്പോ പഠിക്കണ ഒതുങ്ങിക്കൂടിയാ, കല്യാണം കഴിഞ്ഞു. ആകെ മൊത്തം ഒരു കലാകുടുംബം. അപ്പൊ ഖത്തറിലാണ് അവള്. അപ്പൊ അവിടെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറഞ്ഞു. വന്ന പയ്യനും കലാകാരനാണ്. എന്റെ കൂട്ടുകാരന്റെ മകൻ തന്നെ കെട്ടിയേക്കണത്. അവനും നല്ല കലായിട്ട് ഭയങ്കര ബന്ധമുള്ളതാണ്. പാടും നന്നായിട്ട്, അവൻ ഡാൻസ് ഒക്കെ ചെയ്യും. ഞങ്ങളെ ക്ലബിന്റെ ഫംഗ്ഷനൊക്കെ ഡാൻസ് ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു അടുപ്പമാണ് ഞങ്ങൾ. അർജുൻ ഡിജെയും കൂടെ അല്ലേ? DJ പഠിച്ചിട്ടുണ്ട്, DJ ചെയ്തിരുന്നവൻ. DJ കൊണ്ടുവന്ന് കൊടുത്തു, അവനൊരു തോന്നണ പോലെയാണ്. DJ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് കുറെ ഷോക്ക് ചെയ്തപ്പോ ഇനി ഓരോ ഹോട്ടലിൽ ചെയ്യണം പിന്നെ അത് വേണ്ട, ഹോട്ടലിൽ ചെയ്യണ പരിപാടി വേണ്ട, സ്ഥിരമായിട്ട് ഡ്രീംസിലൊക്കെ ചെയ്യണം അത് വേണ്ട. പിന്നെ ഈ പരിപാടിക്ക് പോയിട്ട് ഈ ഡാൻസ് ചെയ്യുന്നവരൊക്കെ എടുത്തിട്ട് അത് വെക്ക് ഇത് വെക്കിന്റെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കേട്ട് അത് പരിപാടി ഒന്നും വേണ്ട. ഞാൻ അവിടെ അമേരിക്കയിൽ ചുമന്നുണ്ടോന്നതാ, അത് ഇവിടെ നിസാരവൽക്ക് വിറ്റോ സാധനം. എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പം എന്താ അശോകേട്ടൻ അർജുനോട് പറഞ്ഞത്? അവനെ ആദ്യം ഒരു സബ്ജക്റ്റ് ഓർക്കിട്ടൊരു ഓർമ്മക്കൂട്ട്, മനോജിന്റെ ഒക്കെ ഡയറക്ടർ. അത് ബ്രില്യൻ സ്ക്രിപ്റ്റിംഗ് ആണ്, ബ്രില്യൻ ഡയറക്ടേഴ്സ് ആണ് അവര്, ഭയങ്കരമാണ് അവര്. അവർക്കൊരു അടുത്തൊരു നല്ല പടമായിരുന്നു അത്. പക്ഷെ അത് വേറെ ചില കൈകളിൽ എത്തിയത് കൊണ്ടാണ് ആ പടം നശിഞ്ഞു പോയത്. അതിലെൻ്റെ മോൻ ചെയ്തൊരു വേഷം, അതിൽ സംവിധായകരെയും ഒക്കെ കുറേ മക്കളെ 4 ഒക്കെ ഹീറോസ് ആയിട്ട് ഇതിൽ ചെറിയ വേഷം ചെയ്തത്. അവരെല്ലാവരും നന്നായിട്ട് ചെയ്തു. പക്ഷേ ഞാൻ ആ പടം കണ്ടപ്പോൾ ഞാൻ ആ പോർഷൻ അഭിനയിക്കുമ്പോൾ അവിടെ വേറെ ഒറ്റപ്പാലത്തായിരുന്നു, അവൻ ഒറ്റപ്പാലത്താണ് ചെയ്തത്. ഞാനിവിടെ പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവനെ ക്യൂട്ടായിട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം പൊന്നമ്മ ചേച്ചിയായിരുന്നു കോമ്പിനേഷൻ. പൊന്നമ്മ ചേച്ചി പറഞ്ഞ് നല്ല ആർട്ടിസ്റ്റാണ് അവരെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സിനിമ കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ കൊള്ളാം, നിനക്ക് അഭിനയിക്കാനുള്ളൊരു ടാലൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവന് വേറൊരു സിനിമ വന്നു. കഥ കേട്ടപ്പോൾ ഞാൻ ഇത് വേണ്ട മോനെ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല ചേ, ഒരു റിഹേഴ്സൽ വേണ്ട മോനെ, അതത്ര സംഭവമൊന്നുമില്ല അതിൻ്റെ അത് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ആ ചെയ്തതാണ് വേറൊരു പടം. പിന്നെ അതങ്ങോട്ട് ഓടിയില്ല. അത് നമുക്ക് കഥ കേട്ടപ്പോൾ തന്നെ അറിയാം അതിൻ്റെ അകത്ത് ചെറിയ കുഴപ്പങ്ങളുണ്ട്, പല വിധത്തിലും കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞാണ്. ഇതുപോലെ എന്തൊക്കെ അഡ്വൈസസ് ആണ് മകന് കൊടുക്കാറുള്ളത് സിനിമ ഫീൽഡിനെ? ഒന്നാമത്തെ കാര്യം, അതിന് അഡ്വൈസ് കൊടുക്കേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്നല്ല എല്ലാവരെയും ബിഹേവ് ചെയ്യാനുള്ളൊരു സ്വഭാവമാണ് അവൻ്റെ. അത് ഇപ്പോഴും. പിന്നെ അവൻ ഭക്ഷണം കഴിച്ചില്ലേലും അവൻ മിണ്ടില്ല. അപ്പൊ എവിടെയും ചെന്നാൽ തന്നെ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടികൾ ഇഷ്ടമല്ല. എന്തുണ്ടെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ട്രെൻഡ്. അത് നോക്കും എൻ്റെ മോനും എൻ്റെ വൈഫിനും എൻ്റെ കുടുംബത്തിനൊക്കെ ഉണ്ട് അത് സഹായിക്കണം എന്നുള്ളത്. അത് ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ മരണം വരെ ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ജനനവും ഞങ്ങൾ വളർന്നതൊക്കെ ആ രീതിയിലായിരുന്നു. 8-9 മക്കളൊക്കെ ഉള്ളൊരു വീട്ടിലായിരുന്നു. അതെൻ്റെ മക്കൾക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് നമുക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കുക മാത്രമല്ല, നമ്മുടെ സ്വഭാവം കൂടി നന്നാവണം. പിന്നെ അവന് ഈ പറഞ്ഞ പോലെ ഒരാളെ പ്ലീസ് ചെയ്ത് സംസാരിക്കുന്നത് അതൊന്നും അവന് ഇഷ്ടമല്ല. അവന് സത്യസന്ധമായിട്ട് അവന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അഭിനയം തന്നെയാണോ അസിസ്റ്റിംഗ്, അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ? അസിസ്റ്റ് ചെയ്യാൻ, ഡയറക്ഷൻ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അഭിനയിക്കുക എന്നുള്ളതാണ് അവന്റെ ഒരു താല്പര്യം. ഞാൻ ഈ ഒരു കാര്യം അശോകേട്ടനോട് പറയുന്നത് വലിയൊരു മഹാപാപമാണ്. പക്ഷെ എന്നാൽ പോലും ഇത് നമ്മുടെ പരിപാടിയുടെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ അശോകേട്ടനെ കൊണ്ട് ഇവിടെ ഈ വേദിയിൽ വെച്ച് അഭിനയിപ്പിക്കാൻ പോവാണ്. അതെ, ഇത്രയും കാലം അഭിനയിച്ച് എല്ലാം പ്രൂവ് ചെയ്ത ആളാണ്. പക്ഷെ എന്നാലും ഇത് അങ്ങനെ ഭീകരമായ അഭിനയമൊന്നുമല്ല കേട്ടോ. ഇതൊരു റൗണ്ടാണ്. ഇതിന്റെ പേര് ഡബ് സ്മാഷ് എന്നാണ്. 50 മാർക്ക് കിട്ടും. അപ്പൊ അഭിനയിക്കണം. ഞാനൊരു ഡയലോഗ് പറയും, അതില് 3 ടേക്ക് കിട്ടും. ആദ്യത്തെ ടേക്കിന് 50 മാർക്ക്, രണ്ടാമത്തെ ടേക്കിന് 30 മാർക്ക്, മൂന്നാമത്തെ ടേക്കിന് 10 മാർക്ക്, നാലാമത്തെ ടേക്കിന് ശരിയല്ലെങ്കിൽ 0 കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ഡയലോഗ് നമ്മൾ ഓൾറെഡി ഡബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫേമസ് ഡയലോഗ് ആയിരിക്കും. ആ ഡയലോഗിന് നമ്മൾ ലിപ്പ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ഡയലോഗ് ഇടും. ഡബ് ചെയ്ത് ഓൾറെഡി ഡബ് ചെയ്ത് വെച്ച ഡയലോഗാണ്, അതിടും. അത് പറയുകയാണെങ്കിൽ ആദ്യം ഒറ്റയിൽ പറഞ്ഞാൽ 50 മാർക്ക്,
50 മാർക്ക് എന്ന് പറഞ്ഞില്ലേ, അതിന് 75 മാർക്ക്. രണ്ടാമത്തേന് 50 മാർക്ക്, മൂന്നാമത്തേന് 25 മാർക്ക്. താൻ പറഞ്ഞാൽ എല്ലാരെ കൊണ്ട് പറയിപ്പിക്കണല്ലേ. താനെന്ന് പറഞ്ഞ ഇത്രയും മാർക്ക് ഞാൻ കൂടുതൽ തന്നേക്കാം. ഇനിയിപ്പോ പറഞ്ഞില്ലെങ്കിൽ തന്നെ 0 മാർക്കും ഇല്ല. എന്തെങ്കിലും തന്നേക്കാം. ഞാൻ ആക്ഷൻ പറയുമ്പോ അത് ചെയ്യണം. ഞാനൊരു അഭിനേത്രി അല്ലാന്ന് മനസ്സിൽ വെച്ചോണ്ട് വേണം. ആരും അഭിനേത്രി അല്ലല്ലോ ഇവിടെ. ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ തന്നെ കൊടുക്കത്ത അഭിനയല്ലേ, ഈ ചാറ്റിങ്ങിൽ തന്നെ നല്ല അഭിനയമല്ലേ. ഞാനിത് സത്യം മനസ്സ് തുറന്ന് ചെയ്യുന്നത് അശോകേട്ട, അഭിനയമല്ല. അങ്ങനെ മനസ്സ് തുറന്ന് ഇതിൽ ലിപ്പ് കൊടുത്താൽ മതി. ശരി, ഞാൻ അശോകേട്ടന്റെ മുമ്പിൽ ഞാൻ അഭിനയിക്കാൻ പോവാണ്. എന്നെ അനുഗ്രഹിക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റേജ് ഷോയിൽ ഒരു ചാൻസ് തരുമല്ലോ? തീർച്ചയായിട്ടും. ഇതിപ്പോ അശോകന്റെ മുമ്പിലല്ല അഭിനയിക്കുന്നത്, എത്രയോ പേര് കാണാൻ പോണെന്നറിയാമോ. അവര് സ്റ്റേജ് ഷോയിൽ ചാൻസ് തരുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ചാൻസ് തന്നോളാം. എന്തായാലും ഞാൻ ആക്ഷൻ പറയും, അപ്പൊ ഇത് ഡയലോഗ് വരും, അത് പറഞ്ഞോളാം. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണ് പോൾ ബാർബർ. എന്റെ ആശ്വാസം. നമുക്ക് നോക്കാം. ആക്ഷൻ പറഞ്ഞോട്ടെ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണ് പോൾ ബാർബർ. എന്റെ ആശ്വാസം. വെരി ഗുഡ്, ഗംഭീരായിട്ടുണ്ട്. ചുമ്മാ. അപ്പൊ 75 മാർക്ക് കിട്ടി. 75 മാർക്ക് കിട്ടി. മാത്രമല്ല എന്റെ പ്രോഗ്രാം സ്ഥിരമായിട്ടുണ്ടാവും. ഓക്കെ, ഇത് അപ്പൊ അശോകേട്ടന്റെ 75 മാർക്ക് മാത്രമല്ല, എനിക്ക് ഷോയിൽ ഒരു ചാൻസ് കൂടെ. ഇനിയിപ്പോ ഷോയിൽ ചാൻസ് തന്നില്ലേലും കുഴപ്പമില്ല, എന്നോട് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അശോകേട്ടനെ പോലുള്ള വലിയ വലിയ നടന്മാരുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കാൻ പറ്റുക പറയുന്നത് ആക്ച്വലി ഇങ്ങനെ ആഗ്രഹമുള്ള ഒത്തിരി കുട്ടി നടന്മാരും നടികളും ഒക്കെ കാണും. അതിനൊരു ഭാഗ്യം കിട്ടിയില്ലേ? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയോ വഴി ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചാ? അല്ലല്ല, ചാൻസ് ചോദിച്ചല്ല. ഏതൊക്കെയോ സിനിമയുടെ സൈഡിൽ അവിടെ അറ്റത്തും മൂലക്കൊക്കെ ഞാൻ വന്ന് നിന്നിട്ടുണ്ട്. ഏതൊക്കെ സിനിമയാണത്? ഞാൻ പ്രേമത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സിനിമയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് പ്രേമുണ്ടെന്നല്ല പറഞ്ഞു. ഞാൻ പ്രേമം സിനിമയിലെ, പക്ഷെ ഞാനിങ്ങനെ പോസ് ചെയ്തിട്ട് ഞാൻ അവിടെ എന്ന് പറഞ്ഞു. അതെന്ത് വേഷമായിരുന്നു? ഞാന് മലരിന്റെ കൂട്ടുകാരിയായിരുന്നു. ആണോ? ഓ ശരി. അതെ. ഞാനൊന്ന് പോസ് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ചില കലാപരിപാടികൾ ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലത്തെ പരിപാടികൾ കേട്ടോ. അഭിനയിക്കാൻ താല്പര്യമില്ലെന്നാ? അഭിനയിക്കാൻ സിനിമയില് അങ്ങനെയൊക്കെ ചോദിച്ചാ നല്ല ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു സിനിമയില് എന്റെ മനസ്സിലെ നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ആ ക്യാരക്ടർ ഉണ്ടെങ്കിലും ഇല്ലേലും ആ സിനിമയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ഒരു നല്ല ക്യാരക്ടർ അല്ല. ആ സിനിമയുടെ കഥയിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് വേണം, ഇല്ലേ? ആ കഥ പോകുന്ന വഴിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതല്ല, കഥയുമായിട്ട് ബന്ധം വേണം. ആ കഥയുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം. ഇപ്പൊ ഞാൻ ആ സൈഡിൽ പോയി നിന്നു, ഞാൻ ആ സൈഡിൽ ഇല്ലേലും ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഗുണവും ഇല്ല ദോഷവും ഇല്ല. സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ആഗ്രഹങ്ങളുടെ ഒരു പടവുകൾ എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയാണ്? ഒരു സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, സത്യമാണ്, എവിടെയെങ്കിലും ഒന്ന് പാസിങ്ങോ അത് കഴിയുമ്പോൾ അവന്റെ മനസ്സിലൊരു ആഗ്രഹം വരും, ഒരു ക്ലോസപ്പ് കിട്ടിയിരുന്നെങ്കിൽ. അപ്പം പോരേ ഇതാ ക്ലോസ് എൻ്റെ ഇടാ. അത് കഴിയുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാവും ഒരു ഡയലോഗ് കിട്ടിയിരുന്നെങ്കിൽ. ആ ഡയലോഗ് കിട്ടിക്കഴിഞ്ഞിട്ട് അവന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, കുറച്ചുകൂടി ഒരു നല്ല വേഷം കിട്ടിയിരുന്നെങ്കിൽ. അത് കഴിയുമ്പോൾ ആ വലിയ വേഷം കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെയും തോന്നുന്നറിയാമോ? സിനിമകളുടെ പേര് എഴുതുമല്ലേ, ഇന്ന സിനിമ എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ കൂട്ടത്തിൽ എൻ്റെ പേരും കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ. പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് ഈശ്വര പോസ്റ്ററിലോ പത്രത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫോട്ടോ വന്നിരുന്നെങ്കിൽ, അതേപോലെ അല്ലെങ്കിൽ പോസ്റ്റർ 6 ഷീറ്റ് പോസ്റ്ററിൽ എൻ്റെ ഒരു ഫോട്ടോ വന്നിരുന്നെങ്കിൽ. ഇതിങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ സിനിമയിൽ വന്ന് കയറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അത് എല്ലാ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരുടെ മനസ്സിലുള്ള ഒരു ഇതാണത്. അതുണ്ടാവും, അതാ ഇല്ലെന്നൊന്നും പറയണ്ട. അപ്പൊ ആദ്യമായിട്ട് എനിക്കൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. അങ്ങനെ നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വന്നിരിക്കും, ഒരു സംശയമില്ല. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങളുണ്ടാകും സിനിമയിൽ ഇല്ലേ? എനിക്ക് വന്ന പല സിനിമകളും ഞാൻ വേണ്ടാന്ന് വെച്ചു, ചില സിനിമകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ വലതുകാലം മുന്നോട്ട് വെക്കുമ്പോൾ ഇടതുകാലം വിചാരിക്കും ഞാൻ പുറയിലാണല്ലോ ഒന്ന്. വലതുകാലം അഹങ്കരിക്കേണ്ട കാര്യമില്ല, കുറച്ച് മുമ്പ് ഈ ഇടതുകാലം മുന്നോട്ട് വെച്ചാൽ മാത്രമേ വലതുകാലിൽ പുറയിലാവും, ഇല്ലേ? ഈ കാലുകൾ ഇങ്ങനെ മാറി മാറി വരും. നമ്മളൊന്നും ഒരിക്കലും പുറയിലേക്ക് പോകുന്ന ആൾക്കാരല്ല.
എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. സിനിമയിൽ വരാത്ത എത്രയോ കലാകാരന്മാർ. പറഞ്ഞുതരാം, ബാലേട്ടൻ എന്ന് പറയുന്ന പടമാണ് ലാലേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. വഴിയിലൊരു കടയിൽ ഞാൻ ഷൂട്ട് ചെയ്യണം, എൻ്റെ ലോട്ടറി ടിക്കറ്റ് കടയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യണ ഒരു ലെങ്തി ഡയലോഗ്. അത് തെറ്റി. അപ്പൊ വിനുവേട്ടനാണ് ഡയറക്ടർ. വിനുവേട്ടൻ എന്താടാ ഇത്, അപ്പൊ ഭയങ്കര ആള് കൂടി ഇരിക്കുക. ഞാൻ പിന്നെ ഒന്നുമില്ല, അത് എന്തോ പറയുന്നത് രണ്ടാമത്തെ ടേക്കും തെറ്റി. എന്താ എനിക്ക് പറ്റിയത്, നീ ഇങ്ങനെ അല്ലല്ലോ, എന്ത് പറ്റി? ഫുള്ള് കാണാതെ പഠിച്ചാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അത് പ്രോമിറ്റിംഗ് ചെയ്തിട്ടുണ്ട് നമ്മള്. പ്രോമിറ്റിംഗ് ഇല്ല ചില ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അവിടെ പ്രോമിറ്റിംഗ് വേണ്ടാന്ന് വിനുവേട്ടൻ പറഞ്ഞുകൊണ്ടാണ് പ്രോമിറ്റിംഗ് ചെയ്തിട്ട് ആ സീനിൽ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിനുവേട്ട അത്ര ആൾക്കാർ കൂടി ഇരുന്നപ്പോ ഒരു ടെൻഷൻ, തെറ്റിയാൽ ഇത്രയും പടം ചെയ്ത നിനക്കാ, എന്നാലും അവിടെ എത്രയോ പേരുണ്ടാവും ആ കൂട്ടത്തിൽ അഭിനയിക്കാൻ അറിയാവുന്നവര്, അവരിത് മനസ്സിൽ പറയും ഈ ഡയലോഗ് എന്നതൊക്കെ ഞാൻ ചിന്തിച്ചു. നീ അപ്പൊ ലാലേട്ടൻ എല്ലാം വാഷ് ചെയ്ത് കളയാ, ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്തയെ കളയണം. ആ ചിന്ത വന്നാൽ അഭിനയിക്കാൻ പറ്റില്ല. അതെന്നെ മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട് എന്നോട്, അത് മനസ്സിൽ കാണരുത്, അത് കഴുകിക്കളയുക. നമ്മളാണ് ഇവിടെ ആള് എന്ന് തീരുമാനിക്കാം. പിറ്റേക്ക് ഓക്കെ. അപ്പൊ അതാണ് എല്ലാവർക്കും അവരുടെ കഴിവുകളും കാര്യങ്ങളും ഉണ്ട്. പുറത്ത് നിൽക്കുന്നവരെ കുറിച്ചിട്ട് ആ സിനിമ ചിന്തിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ കുറേ കലാകാരന്മാര് പുറത്ത് നിൽപ്പുണ്ട്, വളരെ കഴിവുള്ളവര്. അത് ചിന്തിച്ചപ്പോ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല ആ സമയത്ത്. ഞാൻ ആക്ച്വലി ഇടയ്ക്ക് ഒരു മിമിക്രി കോമഡി സ്കിറ്റ് അങ്ങനെ കുറേ കലാകാരന്മാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടി ഒരു ഷോയ്ക്ക്. അപ്പോൾ ആ സമയത്താണ് ചിലരൊക്കെ വെറുതെ നടന്നു പോകുന്ന കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ചിരി വരും. അത്രയും ഗംഭീര കലാകാരന്മാർ. എന്നിട്ട് ഞാനൊക്കെ ഇരുന്ന് ഇവരൊക്കെ സിനിമയിൽ വരുന്ന ആൾക്കാരല്ലേ, ഇവരൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടാൽ മതിയോ എന്ന്. ശരിക്കും അത് ഒരു എന്താ പറഞ്ഞ ഒരു അവസരം കിട്ടുക തന്നെയാണ് ബുദ്ധിമുട്ട്. കിട്ടിയാൽ കയറിപ്പോകും. പക്ഷെ ഇപ്പൊ അവസരങ്ങൾ കുറച്ചും കൂടെ ഇഷ്ടം പോലെ. പണ്ട് ഞാൻ കലാഭവനിൽ ഉണ്ടായ സമയത്ത് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അന്ന് കലാഭവനിൽ നിന്ന് ഒരു ലെറ്ററും എഴുതിയിട്ട് നമ്മൾ ദൂരദർശനിൽ അഴിച്ചിട്ട് അവിടെ ഷോ നടത്താൻ വേണ്ടി ബെഗ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് ഇഷ്ടം പോലെ ചാനലാണ് മിമിക്രി കാണിക്കാനും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും അല്ലേ. നല്ല പ്ലാറ്റ്ഫോം ഇഷ്ടം പോലെ തുറന്നു വെച്ചേക്കാണ്. ഒരു കലാകാരനെ വളർത്താനായിട്ട് എല്ലാ ചാനലുകളും പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. അത് മഹാഭാഗ്യമാണ്. ഞങ്ങളൊക്കെ മിമിക്രിയിലിരിക്കുന്ന സമയത്ത് അങ്ങനെ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എറണാകുളത്തെ അയ്യപ്പൻകാവിൽ ഞാൻ ലെറ്റർ എഴുതിക്കൊണ്ട് എൻ്റെ മിമിക്രി കളിക്കാനായിട്ട് അവിടെ ആഴ്ചകളോളം ഞാൻ ക്യൂന്നുണ്ട്. അവരെ മീറ്റിംഗ് നടക്കുമ്പോൾ ലെറ്റർ എഴുതി കൊടുക്കും, എൻ്റെ ഒരു പ്രോഗ്രാം നടത്തണം. അപ്പോൾ അയ്യോ മീറ്റിംഗ് കഴിയുമ്പോൾ അയ്യോ പിന്നെ മറന്നു പോയിട്ടാ, നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. പിന്നെ അടുത്ത ആഴ്ച ചെല്ലും ഞാൻ. അവസാനം അങ്ങനെ മറന്നു നടത്തിയിട്ടില്ല അവിടെ. അതിനുശേഷം കലാഭവന്റെ കൂടെ ഞാൻ ആ പരേഡ് നടത്തിയപ്പോൾ എൻ്റെ മനസ്സിനുണ്ടായ ഒരു സന്തോഷം. അവർ മെയിൻ സ്റ്റേജിൽ മെയിൻ പ്രോഗ്രാം, ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം ഞാൻ നടത്തുകയാണ്. അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായ ഒരു സന്തോഷമാണ്. അന്ന് ഞാനിങ്ങനെ അവിടെ കാവല്. അപ്പൊ അതൊക്കെ ദൈവാനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ്, നമ്മുടെ കഴിവാണ്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ പ്രാർത്ഥനയൊക്കെയാണ്. അതിങ്ങനെ ആർക്കാണ് ലോട്ടറി അടിക്കണമെന്ന് പറയാനല്ല, കിട്ടിയവർ വളർന്നു വരും. കഴിവുണ്ടില്ല, എന്നേക്കാളും എത്രയോ കഴിവുള്ളവർ പുറത്ത് നിൽപ്പുണ്ടെന്ന് അറിയാം. അവർക്കൊക്കെ സമയം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ അശോകേട്ടന്റെ വിവരം നമ്മൾ പരീക്ഷിക്കാൻ പോവുകയാണ്. വിവരമുണ്ടോ, വിവരം കെട്ടവനാണോ എന്നുള്ളതാണ്. അയ്യോ അങ്ങനെയല്ല, പൊതുവിവരം, പൊതുജ്ഞാനം എന്ന് വെച്ചാൽ അങ്ങനെ അതിഗംഭീര പൊതുജ്ഞാനമൊന്നുമല്ല. അശോകേട്ടന്റെ സിനിമകളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അശോകേട്ടന്റെ ആദ്യത്തെ ചോദ്യം, ദിലീപ് തെങ്കാശിപ്പട്ടണത്തിലും അശോകൻ ചേട്ടൻ തുറുപ്പുകുലാനിലും ഒരേ പേരിലാണ് വന്നിരിക്കുന്നത്. ഏതാണ് ആ പേര്? തുറുപ്പുകുലാനിലെ ക്ലൂ തരാം. ബന്ധുവാര് ഡാഷാര്. ശത്രു എന്നാണ് അവന്റെ പേര്. എന്റെ പേര് ശത്രു തരുന്നേ. ശത്രു പിന്നെ തെങ്കാശി പട്ടണത്തിനകത്ത് ദിലീപേട്ടന്റെ പേരും ശത്രു എന്നാണ്, പക്ഷെ പറയുന്നത് ശത്രു എന്നാണല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ പേരിൽ അഭിനയിച്ചിട്ടുണ്ട് പോലും. അയ്യോ, ഞാൻ 5 മാർക്ക് തരാം കേട്ടോ. ഞാൻ പകുതി പാട്ട് പാടിയിട്ടല്ലേ കിട്ടിയത്. അപ്പൊ 5 മാർക്ക്. അടുത്ത ചോദ്യം, AR റഹ്മാന്റെ ഒരു ഗാനം അശോകേട്ടൻ ആദ്യകാലത്ത് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. ആ പാട്ട് അതുപോലെ അല്ലെങ്കിലും ആ പാട്ടിന്റെ ഒരു രീതിയിൽ പോകുന്ന ഒരു പാട്ട് പാടിക്കൊണ്ട് ഒരു വളരെ ഗംഭീരമായ എൻട്രി അശോകേട്ടൻ നടത്തിയിട്ടുണ്ട്. ഏതാണ് ആ AR റഹ്മാൻ പാട്ട്? സിനിമയിൽ പാടിയ ദേവ ഹിന്ദു പോലും അല്ല, അത് AR റഹ്മാന്റെ അല്ല. അല്ലേ, തമിഴാണോ? ആ, തമിഴിലും ഉണ്ടായിരുന്നു, അത് ഹിന്ദിയിലും ഉണ്ടായിരുന്നു. AR റഹ്മാന്റെ വളരെ പ്രശസ്തമായ ഒരു ഗാനം
അശോകേട്ടൻ അറിഞ്ഞാണോ, ഇപ്പൊ എനിക്കൊരു ഡൗട്ടാ, അറിഞ്ഞോ അറിയാതെയോ, ഇല്ല അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു ട്യൂണിൽ. ശരി, പാർവതി ഭരണത്തില് അമ്മ അതിനൊരു കഥയുണ്ട്. എന്താണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ 3 സീനുള്ളു എനിക്ക്. പടത്തില് ശരിക്കും ആക്ച്വലി 12 സീനോ 9 സീനായിട്ടുണ്ട്. ദിലീപാണ് ആ പടത്തിൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. അതായത് ഷിബു ചക്രവർത്തിയാണ് അത് എഴുതിയേക്കുന്നത്. പി.ജി. വിശ്വംഭരൻ ഡയറക്ഷൻ. ഈസ്റ്റ്മാൻ ആണ് ചേട്ടൻ പ്രൊഡ്യൂസർ. ചാവക്കട അതിന്റെ ഷൂട്ടിങ്, ഗുരുവായൂര് കൊക്കരക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ്. കൊക്കരക്കോല് ത്രൂ ഔട്ട് ക്യാരക്ടർ എനിക്ക്. ഇതിൻ്റെ അകത്ത് 3 സീൻ. അപ്പം ഞാൻ എന്തിനാ 3 സീന് വേണം, ത്രൂ ഔട്ടുള്ള വേഷം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഇതിലേക്കാണ്. അപ്പോൾ ദിലീപൻ ഇല്ലേട്ടാ അത് നല്ല വേഷം, ഷിബുചേട്ടൻ എന്നോട് പറഞ്ഞ ഭിക്ഷക്കാരൻ്റെ വേഷം നമുക്ക് ചേട്ടൻ ആ ടോണൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ദിലീപിന്റെ നിർബന്ധമാണ് ഞാൻ ആ വേഷം ചെയ്യാൻ വേണ്ടി പോകണം. അവിടെ നിന്ന് തന്നെ ഒരു ബോണസാണത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ വിശ്വൻ സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ ഞാൻ അങ്ങനെ ഒരു ചെറിയ വേഷമാണ്, 3 സീനുള്ളൂ, അത് ഭിക്ഷക്കാരനാണ്, ഒരു എന്തെങ്കിലും തരണേ, അതാണ് എൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞു. പാവപ്പെട്ട ഒരു ഭിക്ഷക്കാരൻ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്തെങ്കിലും പറയണ്ടേ, അന്ന് കയ്യിൽ നിന്നിടുക അതുണ്ടല്ലോ. അപ്പം ഞാൻ ഷിബുചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും, ഷിബുചേട്ടനില്ല, ഷിബുചേട്ടൻ ഹോട്ടലിലാണ്. ഞാൻ ഇയാൾ ചോദിച്ചു, ഈ വിശ്വനാഥനോട് ചോദിച്ചു എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു, എന്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണെങ്കിൽ അവിടെ മദ്രാസ് ചെയ്ത് ഡബ് ചെയ്ത് തന്നെ ഓക്കെ. അപ്പം നമ്പ്യാരാണ് എൻ്റെ ക്യാമറയും തോന്നുന്നു അന്ന്. ആ വീടിൻ്റെ മുമ്പിൽ പൂഴി മണല, വെള്ള മണലില്ലേ, അതുപോലത്തെ ഒരു മണല. സൈഡ് പ്രൊഫൈൽ ചെയ്യുന്ന ക്യാമറ വെച്ച് ഞാനിങ്ങനെ എൻട്രി ചെയ്യുന്നു, ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എൻട്രി ചെയ്ത് വരുന്നു, പിന്നെ ഫോളോ ചെയ്ത് വരുന്നു. അവിടെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും പാവപ്പെട്ട ഒരു വിഷക്കാരനാണ് എന്തെങ്കിലും തരണേ, ഇതടയാലോ ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ. അങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ പറയാണ്, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ. അപ്പൊ അന്ന് ഹിറ്റ് പാട്ടാ മറ്റേ പാട്ട് അമ്മ എന്നുള്ളത്. അമ്മ 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 അമ്മോ എന്ന് പറഞ്ഞപ്പോ നമ്പ്യാർ ക്യാമറ ഷെയ്ക്കായി, വിശ്വംഭരൻ മതിലയിൽ കൈ പിടിച്ച് ചിരിക്കുന്നു. ഈസ്റ്റ്മാനാണ് ചേട്ടൻ വീണു, പൂഴി മണ്ടലിങ്ങനെ ചിരിച്ചിട്ട് കസേര പുള്ളി വീണു, പിള്ളേര് പുള്ളി കൈയടി. അപ്പൊ എൻ്റെ കണ്ണങ്ങോട്ട് നിറഞ്ഞു. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യം കിട്ടുന്ന ഒരു അവാർഡാണത്. ആ സീൻ അത് ഈ എന്തെങ്കിലും ഇപ്പം ഡബ് ചെയ്ത് തന്നെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഓക്കെ, ക്യാമറ ഷെയ്ക്കാതെ കൊണ്ട് ഒന്നുകൂടി എടുത്തു. അപ്പൊ ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി, കപ്പൽ പള്ളി എന്ന് പറയുന്നത്. അവിടെ സ്ഥിരം കിടക്കുന്ന ഒരാളുണ്ട്, ഒരു അംബ്രോസ് എന്നൊരു ഭിക്ഷക്കാരൻ. അയാളുടെ ടോണാണത്. അയാൾ പറയുന്നത് തന്നെ കൈകാലാവതില്ലാത്തവരാ നീ വഴി കേൾക്കാം, ഒന്നും മനസ്സിലാവില്ല, ഈ പാവപ്പെട്ട ഉണ്ടാവുള്ളൂ. ഈ ഒച്ച കേട്ട ആൾക്കാർ കാശിടും, കാരണം സ്ഥിരം വന്നവർക്ക് അറിയത് എന്താണ് ഈ പറയണെന്നുള്ളത്. അത് നമ്മൾ കുറച്ചും കൂടി ലെജിബിൾ ആയിട്ട്, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ. അപ്പൊ ആ പാട്ട് കിട്ട അമ്മ അറിയാതെ അമ്മ 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 അമ്മോ, ഒരു ഭിക്ഷക്കാരനും പാട്ടും അല്ലാത്ത. അതാണ് എൻ്റെ ജീവിതത്തിൽ സിനിമയിലെ ആദ്യത്തെ ബ്രേക്ക്. അവിടെ നിന്നാണ് എനിക്ക് തിരക്കുണ്ടായത്. അതിന് വഴി ഒരുക്കിയത് ദിലീപാണ്, ആ വേഷം ഉണ്ടാക്കിയത് ഷിബുചേട്ടനാണ്. ഇത് വേറൊരാൾക്ക് വെച്ച വേഷമാണ്, സിനിമയിലെ തന്നെ വേറൊരു അന്നത്തെ നടന് വെച്ച വേഷം. അതാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ സീൻ 9 സീനാ 12 സീനായിട്ട് ഡെവലപ്പ് ചെയ്ത് ക്ലൈമാക്സ് വരെ കൊണ്ടുവന്നു. പിന്നെ പോസ്റ്ററിൽ എൻ്റെ ഒരു തലയൊക്കെ വെച്ചിട്ട് അമ്മ അമ്മ എന്നും ഇങ്ങനെ ഭയങ്കര സംഭവം വരുന്നത്. അടുത്ത ചോദ്യം, ഈ പറക്കും തളിക എന്ന സിനിമയിൽ എലിയെ എന്ത് സാധനം കൊണ്ടാണ് അടിക്കാൻ പോകുന്നത്? ലിവർ. വെരി ഗുഡ്. അതില് എത്രയോ എലികളെ നമ്മൾ ഓടിച്ചിട്ടെന്ന് അറിയാമോ? നിങ്ങൾ എലികളെ ഇതിനു വേണ്ടിട്ട് ഇറക്കുമതി ചെയ്തോ? എലികളെ പിടിച്ചേരാണ്ട് ക്യൂ ആണ് ആൾക്കാര്. ആ ഒരു എലിക്ക് 150-200 വെച്ച് കൊടുക്കണം. ഓഹോ, മാർക്കറ്റിൽ നിന്നൊക്കെ പിടിച്ചിട്ട് അത് സൈസ് നോക്കണം, ഒരേ വലിപ്പം ഇരിക്കണമല്ല, ഒറ്റ വലിപ്പമല്ലേ. അത് തന്നെ എടുത്ത് നമ്മൾ കൂട്ടിലിട്ടിട്ട് അതിന്റെ കാലിൽ ടങ്കീസ് കെട്ടിയിട്ട്, ആ ടങ്കീസ് എന്റെ ടങ്കീസ് ഇല്ലേ ചൂണ്ടിരുന്ന, അതെന്റെ കയ്യിൽ കെട്ടിയിട്ടാണ് എന്റെ പുറകെ ഓടുന്നത്. ഇത് ഓടുമ്പോ ഞാൻ പുറകെ ഓടും. ഇത് നമ്മള് മാസ്ക് ചെയ്ത് കളഞ്ഞല്ലേ. അങ്ങനെ എത്ര എലികൾ കൈവിട്ട് പോയിട്ടുണ്ട്, ഷോട്ട് മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ മറ്റേ മുകളിലേക്ക് ഇരിക്കുന്നില്ലേ വണ്ടിയുടെ അകത്ത്, അതൊക്കെ വെള്ള എലിനെ കൊണ്ടിട്ട് നമ്മള് കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്തൊക്കെ ചെയ്താണ്. വെള്ള എലിയെ കൊണ്ടുവന്ന് അതിനെ പെയിന്റ് അടിച്ചു. നമ്മളൊരു സിനിമ കാണുമ്പോഴും ഒരു എലി അതുവഴി വന്ന് ഇങ്ങനെ കാണിച്ച് അതുവഴി ഓടി പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല. എലിയെ കാണുമ്പോഴൊക്കെ ഈ പടം ആൾക്കാർക്ക് ഓർമ്മ വരും. സത്യം. ചെല്ലുമ്പോഴൊക്കെ പറയാം പാസ്പോർട്ട്. ചില വല്യമാരൊക്കെ ചോദിക്കും, അതെ ദുബായി പോകാൻ പറ്റില്ലല്ലേ, ആ പാസ്പോർട്ട് എലി കൊണ്ടുപോയില്ലേ.
അത് അവരൊരു ഇഷ്ടമാണതല്ലേ. അപ്പം 30 മാർക്ക്. അടുത്ത ചോദ്യം, താമരാക്ഷൻ പിള്ളയുടെ ഏത് കണ്ണാണ് അടിച്ചു പോയത്? ഇടത്തെ കണ്ണ്, ബൾബിന്റെ ഇടത്തെ കണ്ണ്. എടുക്കണല്ലോ, എന്തൊരു ഓർമ്മയാ. വണ്ടർഫുൾ. ഇനി ലാസ്റ്റ് ചോദ്യം, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം. ഞാനിത് ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്താണെങ്കിലും ചോദിക്കാം. ഭാസ്കർ ദ റാസ്കൽ സിനിമയ്ക്കകത്ത് അശോകേട്ടന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ അശോകേട്ടൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്ത് ബിയറാണ്? റാണിക ബിയർ. വെരി ഗുഡ്. അത് വെച്ചിട്ടാണല്ലോ കട ട്വിസ്റ്റ് വന്നത്. മറ്റേ റാണി കബീർ. അയ്യോ, അത് ആരുണ്ടാക്കിയത്? അതാണ് എന്തുണ്ടാക്കിയാലും ലോജിക്കുന്നൊരു സാധനം, അതിന്റെ കണക്ഷൻ എന്തൊരു ട്വിസ്റ്റിംഗ് ആണ് ആ പടം. അത് ഇതിന്റെ എല്ലാ പടം എടുത്ത് നോക്കിക്കോ. ഇടയ്ക്ക് ഒരു 5 പോയിന്റ് പോയി ഇല്ലേ? ആദ്യത്തെ ശത്രു. അപ്പോ ആകെ മൊത്തം 50-ൽ 45 മാർക്ക് മേടിച്ച അശോകേട്ടൻ തകർത്തിരിക്കുകയാണ്. ഹായ് അശോക് ചേട്ടാ, നമസ്കാരം. എന്തൊക്കെയാണ്, സുഖം തന്നെയല്ലേ? പിന്നെ എൻ്റെ പേര് ഹരിശ്രീ ബ്രിജേഷ്. ഈ ഹരിശ്രീ ബ്രിജേഷ് എന്ന് പറഞ്ഞപ്പോൾ ഹരിശ്രീ അശോകൻ, ഹരിശ്രീ ബ്രിജേഷ് എന്ന് പറയുമ്പോൾ അതിലും ഒരു ചെറിയ ബന്ധമുണ്ട്. ചെറിയ ബന്ധമല്ല, വലിയൊരു ബന്ധം തന്നെയാണ്. കാരണം അശോകൻ ചേട്ടൻ ഹരിശ്രീയിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അശോകൻ ചേട്ടൻ സിനിമയിലേക്ക് പോയപ്പോൾ പകരം ഹരിശ്രീയിൽ പകരക്കാരനായിട്ട് എത്തിച്ചേർന്നതാണ് ഈ എളിയ ഹരിശ്രീ ബ്രിജേഷ്. അങ്ങനെ ഹരിശ്രീയിലെത്തി ഒരു 4 വർഷത്തോളം ഹരിശ്രീയിലുണ്ടായിരുന്നു. ഹരിശ്രീയുടെ ഒരുപാട് വേദികളിൽ, ഒരുപാട് പ്രോഗ്രാമിൽ ഹരിശ്രീ അച്ഛൻ്റെയും മുഖം വെച്ച്, ചേട്ടൻ്റെയും മുഖം വെച്ച് എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അത് കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ചില സിനിമകളിലും ചില സീരിയലുകളിലൊക്കെ എത്തിച്ചേരാൻ എനിക്ക് കിട്ടിയ സൗഭാഗ്യം തീർച്ചയായിട്ടും ഈ ഇരിക്കുന്ന എൻ്റെ അശോകൻ ചേട്ടൻ്റെ ആ മുഖവും ആ രൂപവും ഭാവവുമാണ്. പിന്നെ അശോകൻ ചേട്ടാ, ഹരിശ്രീയിൽ നിന്ന് ഒരുപാട് വലിയ കലാകാരന്മാർ ഉയർന്നിട്ടുള്ളതാണ്. സിദ്ദിഖ് ലാൽ തൊട്ട് NF വർഗീസ് തൊട്ട് മച്ചാൻ വർഗീസ് തൊട്ട് ദിലീപ് ചേട്ടൻ തൊട്ട് പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ഒരു പ്രകടനം, ഒരു ഘോഷയാത്ര തന്നെയുണ്ട് ഹരിശ്രീയിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ താരങ്ങൾ. അതേപോലെ തന്നെ അതിനുശേഷം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇപ്പോൾ ബൈജു ജോസഫ് ആയാലും നജീബ് റഹ്മാൻ ആയാലും അതോടൊപ്പം തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നമ്മുടെ പ്രവീൺ ഹരിശ്രീയുടെ ശബ്ദം കേൾക്കാത്ത ദിവസമല്ല. ടി വിയിലായാലും എവിടെയായാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ദിവസങ്ങളില്ല. പ്രവീൺ ഹരിശ്രീ തുടങ്ങി ഒരുപാട് താരങ്ങൾ എന്നോടൊപ്പമുള്ള ബാച്ചിൽ മലയാള സിനിമയിലേക്ക് വരികയുണ്ടായി. ആ ഹരിശ്രീയിൽ ചെന്ന ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചുള്ളത് പറയുന്നത്, അശോകൻ ചേട്ടൻ്റെ ഈ മുഖവും ഈ ഫിഗറുമാണ്. പിന്നെ അശോകൻ ചേട്ടനും ഞാനും കൂടി ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടൻ അറിയാമല്ലോ, ആലപ്പുഴ ഉദയാശേരിയിൽ വെച്ച് ഷൂട്ട് ചെയ്ത www.anukudumbam.com OS ഗിരീഷ് കുമാർ സംവിധാനം ചെയ്ത്, അതിൽ ഞാനൊരു എന്തുകൊണ്ട് ആ ബുക്ക് വിൽക്കാൻ നടക്കുന്ന ആൾ ഞാനാണല്ലോ. അങ്ങനെ ഒരു പടത്തിൽ ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു. അതിനുശേഷം ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിൽ ചേട്ടനോടൊപ്പം, ചേട്ടൻ്റെ പ്രോഗ്രാം ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ ആലപ്പുഴയിൽ ചേട്ടൻ്റെ ഷോ ഞാൻ കൊടുത്തിരുന്നു. ചേട്ടൻ വന്നിരുന്നു, വളരെ ഭംഗിയായിട്ട് ചെയ്തു. അന്നും സ്റ്റേജിൽ ചേട്ടനോടൊപ്പം എന്നെ വിളിച്ച് നിർത്തി ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ അശോകൻ ചേട്ടൻ പറയുന്ന മറ്റൊരു കാര്യം ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞോട്ടെ. അശോകൻ ചേട്ടൻ പറയുന്നതാണ്, എൻ്റെ അമ്മ ചേട്ടന് വേണ്ടി വഴിപാട് നടത്താറുള്ള കാര്യം ചേട്ടൻ പറയാറില്ലേ, അശോകൻ വിശാഖം എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്താണ്, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ മറുപടി ഇതാണ്. അവൻ്റെ അമ്മ എനിക്ക് വേണ്ടി വഴിപാട് നടത്തുന്നത്, എൻ്റെ അമ്മ അശോകൻ ചേട്ടന് വേണ്ടി വഴിപാട് നടത്തുന്നത്, അശോകൻ ചേട്ടൻ സിനിമയിൽ നിന്നാലേ എനിക്ക് സ്റ്റേജിൻ്റെ കാശ് കിട്ടുന്നത്, അതുകൊണ്ടാണ് അമ്മ വഴിപാട് എന്ന് ചേട്ടൻ പറയാറുണ്ട്, അല്ലേ ചേട്ടാ? അപ്പോൾ അശോകൻ ചേട്ടൻ ഇനിയും അശോകൻ ചേട്ടന് നിരവധി കരുത്തുറ്റ കഥാപാത്രങ്ങളും കരുത്തുറ്റ കോമഡി കഥാപാത്രങ്ങളും ഉള്ള നല്ല വേഷങ്ങൾ ചേട്ടന് കിട്ടട്ടെ. അത്തരം വേഷങ്ങൾ ചേട്ടൻ അഭിനയിച്ച് തകർക്കുമ്പോൾ ചേട്ടൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി സ്റ്റേജിൽ ഞാനും ഉണ്ടാകും, കാണികളുടെ മുമ്പിൽ ഞാനും ഉണ്ടാകും. അതുകൊണ്ട് ചേട്ടൻ ആ ഉയർച്ചയുടെ പടവിലേക്ക് ഉയരുമ്പോൾ അത് കണ്ടു നീക്കാനും അനുഗ്രഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി എളിയ കലാകാരനുണ്ടാകും. ചേട്ടാ, അടിച്ചു വിളിക്കുക. വളരെ നന്ദി, എല്ലാവിധ ആശംസകളും. അപ്പൊ അശോകേട്ട, ഇത്രയും നേരം അശോകേട്ടനോട് സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ അശോകേട്ടനെ അങ്ങനെ വെറും കൈയോടെ വിടില്ല. അല്ല, ഞാനൊരു അലവി സ്റ്റൈല് ട്രൈ ചെയ്തതാ. അശോകേട്ടന്റെ ഒരു ഓട്ടോഗ്രാഫ് ഞങ്ങൾക്ക് തരണം. അശോകേട്ടൻ വളരെ നീണ്ട, എനിക്ക് തോന്നുന്നു ഇതുവരെ എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീണ്ട ഓട്ടോഗ്രാഫ് അശോകേട്ടൻ്റെയാണ്. അപ്പം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സ്നേഹിക്കണം, മരണം വരെ സ്നേഹിക്കണം, എന്നാലേ മരിച്ചാലും നമ്മളെ സ്നേഹിക്കൂ. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും. ഈ പരിപാടി ഇപ്പോൾ ഒരു കൈത്തോക്കാണെങ്കിൽ ഇതൊരു ബാറ്റൺ ടാങ്കായി മാറട്ടെ. I get
set, chat. Get set, chat. Get set, chat. Get set, chat.